പോകാൻ നിന്നാൽ ഇന്ന് ബസ് മിസ്സാവും, ഉറപ്പ്. അപ്പനോട് യാത്ര ചോദിച്ചിട്ടേ എന്റെ മോൻ പോകുന്നുള്ളൂ. നിനക്കിന്ന് പോകേണ്ടതാണെന്നും നിന്റെ ബസിന്റെ സമയമൊക്കെ അപ്പൻ അറിയരുതോ? എന്നിട്ടാണോ എഴുത്തുമുറി കയറിയിട്ട് മണിക്കൂർ 3 ആകുന്നു? എടി കൊച്ചെ, വണ്ടി അവിടെ നന്ദ മേടിച്ചിട്ടൊന്നും അല്ല, അത് സർക്കാർ വണ്ടിയാണ്. നമുക്ക് വേണ്ടി കാത്തു നിൽക്കാനില്ല. നീ അവനെ കൊണ്ട് വിളിച്ചിറങ്ങുന്നുണ്ടോ? അമ്മേ, ഞാൻ വല്യപ്പനോട് യാത്ര ചോദിച്ചു, അനുഗ്രഹവും വാങ്ങി. അമ്മയോടും യാത്ര ചോദിച്ചു. ഇത്രയൊക്കെ പോരെ? വല്യപ്പനല്ല, അപ്പൻ. അപ്പൻ്റെ അപ്പനാ വല്യപ്പൻ. അപ്പ അവൻ വെക്കേഷൻ കഴിഞ്ഞ് പോകുന്നു, അതും അവസാന വർഷ പഠിപ്പിന്. അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങിയേ പോകാവൂ. ഓരോ തവണ വന്നിട്ട് പോകുമ്പോഴും കേൾക്കുന്നതാ അപ്പന്റെ ഗുണദോഷം. അതുകൊണ്ട് എന്റെ മോന് ദോഷമൊന്നും വന്നിട്ടില്ലല്ലോ, ഉണ്ടോ? എന്റെ മരുമോളെ ആപത്തിച്ചാൽ ഉപദേശമാണെങ്കിലും മുഷിക്കും. ഞാനതല്ല എന്റെ ചെറുക്കനെ ഗുണദോഷിക്കാത്തത്. അല്ലെങ്കിൽ തന്നെ വല്യപ്പ, എന്നെ പോലെ സൽസ്വഭാവിയായ ഒരു മകനെ എന്തിനാ ഉപദേശിക്കുന്നത്? വയസ്സ് 23 കഴിഞ്ഞു. ആരെ കൊണ്ടെങ്കിലും മോശം പറയിപ്പിച്ചിട്ടുണ്ടോ? നീയേ ഡിസ്ട്രിക്ട് ജഡ്ജ് അൽഫോൺസിന്റെ മോനാ. അങ്ങനെ പറയിച്ചാൽ മോനെ മോറടിച്ച് ഞാൻ പൊട്ടിക്കും. ഡിസ്ട്രിക്റ്റിൽ എന്താടി കൊമ്പുണ്ടോ? ആരാലും അവൻ എന്റെ മോൻ തന്നെയല്ലോ. അപ്പൻ എന്താ കുഴപ്പം? 30 വർഷം മുമ്പ് വില്ലേജ് ഓഫീസർ ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാ. ഈ കുടുംബത്തിന് നാട്ടിലൊരു നിലയും വിലയും ഉണ്ട്. എന്ന് കരുതി എന്റെ കുഞ്ഞ് പുറപ്പെടാൻ താമസിക്കണോ? സത്യം പറഞ്ഞാ മക്കളെ, നീ പോകുമ്പോ വലിയപ്പോഴാണ് ഒറ്റപ്പെടുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങള് കൊച്ചുമോന്റെ കൂടെ ചീട്ടുകളയും. അൽഫോൺസ് ചേട്ടനോട് ഞാൻ മനഃപൂർവ്വം പറയാതിരുന്നതാ. ഞാൻ എന്റെ പേരക്കിടാവോട് കുണുക്ക് വെച്ച് ചീട്ട് കളിച്ചെന്ന് കരുതി ആകാശം ഇടിഞ്ഞു പോയി. നിന്റെ കെട്ടിയവനും ജഡ്ജിയാകുന്നതിന് മുമ്പ് എന്റെ കൂടെ കുണുക്ക് വെച്ചല്ല കളിക്കുന്നതാ. ഇവിടെ വിചാരം അവിടെ കെട്ടിയത് ജനിച്ചതേ ജഡ്ജിയായിട്ടാണ്. ഇനിയിപ്പം അദ്ദേഹം അപ്പന്റെ കൂടെ ഇരുന്ന് ചീട്ട് കളിക്കാൻ പോകുക. അവൻ പോട്ടെ, നിനക്കാവാമല്ലോ. നീ ജഡ്ജിയൊന്നും അല്ലല്ലോ. ഈ അപ്പന്റെ ഓരോ കാര്യങ്ങള് പോക്കറ്റ് മണിന്ന് പറഞ്ഞ് കൊച്ചുമോനെന്തോ കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് സൗകര്യമുള്ള ഞാൻ കൊടുക്കും, നീ ഒന്നും അറിയണ്ട. പെൻഷൻ കിട്ടുന്ന കാശെല്ലാം ചെറുക്കന് കടയപ്പം തിന്നാനും സിനിമ കാണാനും കൊടുത്തോ? ഈ ചെറുക്കന് ചീത്തയാക്കുന്നത് മൊത്തം അപ്പനാ. പിന്നെ അവനെ ഒന്ന് ചീത്തയാകുന്ന മുതലല്ലടി എന്റെ കുഞ്ഞ്. എടാ മോനെ, നിനക്ക് ആഴ്ചയിലൊന്ന് വന്നാൽ എന്താടാ? മക്കൾ പോയാൽ പിന്നെ മിണ്ടാനും പറയാനും ആരും ഇല്ലടാ. വല്യപ്പന് പറ്റിയ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച് കെട്ടിച്ചു തരട്ടെ. 2 പേർക്കും കൂടി കഞ്ഞിയും കറിയും വെച്ച് കളിക്കാലോ. നിന്റെ പോക്കറ്റുകളുടെ ഏത് പെണ്ണാടാ പാടുന്നത്? ഹലോ, ആ അനീഷ്, ഞാൻ വീട്ടിലുണ്ട്. നീ കാറിലാണോ? ഇതിലെ വേണ അനീഷ്, പ്ലീസ്. ശരി, താങ്ക്സ്. ഭാഗ്യം, അനീഷ് വണ്ടിയുമായി വരും. അവന്റെ ചങ്ങാത്തം അപ്പനത്ര പിടുത്തമല്ല. LLBക്ക് വിടണമെന്നായിരുന്നു അപ്പൻ ആഗ്രഹം. എഞ്ചിനീയറിംഗ് കോളേജിൽ പോയേ അടങ്ങൂ എന്ന് മോൻ വാശി പിടിച്ചാൽ ബാംഗ്ലൂർ വന്ന് ക്യാമ്പസ് ഇന്റർവ്യൂ നടത്തിയ സായിപ്പ് ആളെ കൊണ്ടുപോയതേ വർഷം 1-1.5 കോടി ശമ്പളം വാഗ്ദാനം ചെയ്ത. അമ്മ നോക്കിക്കോ, ഞാനും PGക്ക് പോയിട്ട്. മതി മതി, എനിക്ക് നിന്റെ കോടിയും സാരിയും ഒന്നും വേണ്ട. കുട്ടികളുടെ ഓരോ വർത്തമാനം കോടി കുറഞ്ഞൊരു കാര്യവുമില്ല. സ്വപ്നം കാണുമ്പോഴെങ്കിലും കോടീശ്വരനാണെന്ന് ആഗ്രഹിച്ചുകൂടെ അമ്മേ? മോൻ എന്ത് പഠിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയാൻ അപ്പന് മടിയാ. ലോകത്തുള്ളവരെല്ലാം ഡോക്ടറും എഞ്ചിനീയറും ആകാൻ തുടങ്ങിയാൽ മറ്റു ജോലിക്ക് ആളെ കിട്ടാതെ വരില്ലേന്നാ അദ്ദേഹം ചോദിക്കുന്നത്. നാട് ഓടുമ്പം നടുവേ ഓടണമെന്ന് വല്യപ്പൻ പറയാറില്ലേ? നടുവേ ഓടിയാൽ വണ്ടി ഇടിച്ചു ചാകും. എന്റെ മോനൊരു ഓരം ചേർന്നങ്ങ് ഓടിയാ മതി. അനീഷ് വന്നു. ആരാടാ? അനീഷ് എന്റെ കൂട്ടുകാരനാ വല്യപ്പ. അവൻ ഇപ്പോഴും ജീവനുണ്ടല്ലേ? അവന്റെ കൈവിരിപ്പിന് അവനുണ്ടാകാൻ പാടില്ലാത്തതാ. ദൈവമേ, അവൻ പുതിയ വണ്ടി എടുത്തല്ലോ. നോക്കൂ, 18 ലക്ഷത്തിന്റെ കാറാ. ഒരു 2 വീലർ വാങ്ങിത്തരാൻ പറയുമ്പോ അപ്പം പറയും പഠിപ്പ് കഴിയട്ടെ. ബാക്കിയുള്ളവന് യോഗമില്ല, അല്ലാതെന്താ? എട കുഞ്ഞെ, താണ നിലത്തേ നീര്
മക്കളെ, കുരങ്ങ് പരിണമിച്ചാൽ മനുഷ്യനുണ്ടായതെന്ന് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ പരിണമിച്ച് കുരങ്ങാവാൻ നിന്നെ കണ്ടപ്പോൾ മനസ്സിലായോ? നിന്റെ നാട്ടിൽ ചാടിപ്പാതൊന്നും ഇല്ലേ? കുരങ്ങ് നിന്നെ കണ്ട ആ കൊച്ചുകൊണ്ട് തെറ്റിദ്ധരിക്കുമല്ലോ മക്കളെ. അങ്ങനെയാ വല്യപ്പ എന്റെ ലക്ഷ്യം. ബൈക്കിലൊക്കെ പോകുമ്പോൾ അമ്മമാരെ വന്നിട്ട് ആളെയും ഒരു ലിഫ്റ്റ് തരുമോ എന്ന് ചോദിക്കും. ഇതെന്താ പാടാ ഈ മൂക്കെ വളച്ചിട്ടിരിക്കുന്നതൊക്കെ? എന്തോ ന്യൂസിലില്ല. ആ മൂക്കെ നല്ല സൗകര്യമായി. ആഹാരം ഒന്നും തരാതെ അമ്മ എന്താ മേടിച്ചു നിൽക്കുന്നത്? നിന്റെ കോലം കണ്ട് അന്തം വിട്ട് നിൽക്കുക മക്കളെ. ഫാഷൻ അമ്മേ, പുതിയ ഫാഷൻ. ഇവൻ വിളിച്ചപ്പോൾ ഞാൻ ഓടി വന്നതേ അമ്മയുടെ കയ്യിൽ നിന്ന് ഇത്തിരി ആഹാരം കിട്ടുമല്ലോ എന്ന് കരുതിയാ. നിന്റെ വീട്ടിലൊന്ന് വെട്ടുകൂടിയൊന്നും ഇല്ലേടേ? അമ്മേ, ചോറ് കൊടുക്കവനാ. അമ്മയുടെ സൂപ്പർ ഹീറ്റ് കറി കൊണ്ടടാ, ഉള്ളിത്തീയത്. ചോറ് വേണോ നിനക്ക്? കൊള്ളാം, വേണമോ? അമ്മയ്ക്കൊരു രുചിയില്ലേ? അത് അനുഭവിക്കുന്നതേ ഇവിടെ വരുമ്പോഴാ. നീ വന്നോളൂ. ഇവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരു 100 തവണ വലുപ്പനോട് പറഞ്ഞിട്ടുള്ളതാ. പ്രായമായില്ലേ മക്കളെ, എല്ലാം മറക്കൂടാ. ഡാഡിയും മമ്മിയും ഓസ്ട്രേലിയയിലും മെൽബണിൽ 2 വർഷത്തിലൊരിക്കൽ വരും. 2-2.5 കോടി രൂപയുടെ ഒരു വീട് വന്നിട്ടുണ്ട്. നോക്കാൻ 5 വേലക്കാരും. നമ്മളിവിടെ ജീവിതം അഴിച്ചു കൊടുക്കുന്നു. ഞങ്ങൾക്കൊക്കെ ജീവിതം ഒരു പ്രാർത്ഥനയായിരുന്നടാ. നിനക്കൊക്കെ അടിച്ചു പിടിക്കാനുള്ളൂ. എനിക്ക് ഇപ്പോഴും അത്ഭുതം, ഇവന്റെ കൂടി നീ ഇതുവരെ പേടിച്ചു പോയില്ലോടാ കേട്ടോ. ഇവന് മുകളിലൊക്കെ ഭയങ്കര പിടിയാ വലുപ്പാ. അതെന്താ കുഞ്ഞെ താഴെ പിടിക്കാഞ്ഞത്? മുകളിൽ തന്നെ പിടിക്കണമെന്ന് ഇത്ര നിർബന്ധം? ഒരു കാര്യം ഞാൻ പറയാം, ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കണ്ട. നിന്റെ സുരക്ഷിതത്തിന് വേണ്ടി പറയുക കേട്ടോ. തിരുവനന്തപുരത്തൊക്കെ പോകുമ്പോൾ ആ കാഴ്ച പോകുന്ന സൈഡിൽ എങ്ങും പോകല്ലേ. അവൻ നിന്നെ പിടിച്ചാൽ കൂട്ടിലെന്ന് അടക്കി. അവിടെ പോയാൽ അവൻ ഏതെങ്കിലും മന്ത്രിമന്ദിരത്തിൽ താമസിക്കും, അല്ലെങ്കിൽ MLA ക്വാർട്ടേഴ്സിൽ. ഞങ്ങളുടെ കോളേജിൽ ഇവനല്ല ഹീറോ. കഷ്ടം, വളർത്തു ദോഷം എന്നല്ലാതെ എന്തോ പറയാനാ. എടാ, ഈ മുടിയൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തിയ തലയിലെ കൂടെയൊക്കെ ആരും കൊന്നു തരൂടാ. അതിന് വേലക്കാരൊക്കെ ഉണ്ടോ? നീ പോയി ചോറ് വാങ്ങി കഴിക്കാം. വല്യപ്പനോട് വർത്താനം പറയാൻ നിന്നാ ശരിയാവും. പാറോട്ടിയാർക്ക് ഒരു പണി തരണമെന്ന് ഒത്തിരി കാലമായി വിചാരിക്കരുത്. എന്തെങ്കിലും ഞങ്ങളുടെ കോളേജിൽ വന്നു കിട്ടിയാൽ റാഗി കൊല്ലി ഞാൻ. നിന്നെയൊക്കെ തുണിയൊക്കെ കാണിച്ചിട്ട് ഞാനിങ്ങ് പോരും. 85 വയസ്സ് കഴിഞ്ഞവനെ ഈ പണി ചെയ്ത നിനക്ക് എലിപ്പനി വരും മക്കളെ, എലിപ്പനി. അനീഷേ, വാ കുഞ്ഞേ. എപ്പോഴവൻ വന്നാലും വല്യപ്പൻ അവനെ കളിയാക്കും. എന്തോ കളിയാക്കാടാ? കുഷ്ഠരോഗം വന്നാലേ പണം ചൊല്ലിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും അവനൊരു പാവ. ഓ, കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. അപ്പൻ ഇറങ്ങിയിട്ട് ഇന്ന് പോക്ക് നടക്കുമെന്ന് തോന്നില്ല. എന്തോ പ്രധാനപ്പെട്ട വിധി എഴുതാൻ കാണും. അങ്ങനെയുള്ള സമയത്ത് എന്റെ ചെറുക്കൻ ഉറങ്ങത്തുമില്ല, എഴുത്തുവരയിൽ ഇറങ്ങി വരികയില്ല. ആരെ വിധിക്കാൻ മനുഷ്യന് അവകാശമില്ലെന്ന വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. സ്വന്തം വിധിയിൽ തെറ്റുപറ്റാതിരിക്കാൻ ദൈവത്തോട് അവൻ ആരോട് ചോദിക്കായിരിക്കും. നീ ശ്രദ്ധിച്ചതല്ലേ, കഴിഞ്ഞ ഒരാഴ്ചയായി ആരോടും കൊണ്ടാട്ടമില്ല. എന്തോ മാനസികമായ അവൻ അലട്ടുന്നുണ്ട്. ഇയാൾക്കൊന്ന് പോകണം അല്ലേ? ആ, ഇയാളെ കാത്തു നിൽക്കുകയായിരുന്നു അവൻ ഇതുവരെ. വൈകിയോ? അനീഷ് വന്നിട്ടുണ്ട്. അവന്റെ കാറില് ആവശ്യമുള്ള പണം അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയില്ലേ? എപ്പോഴും ഞാൻ പറയാറുള്ളതാണ്, ഒരു മാർക്ക് കുറഞ്ഞാൽ അപ്പൻ ക്ഷമിക്കും. പക്ഷേ മോശമായ അഭിപ്രായം കേൾപ്പിച്ചാൽ ഞാൻ ക്ഷമിക്കില്ല. വഴിയും മൊഴിയും എപ്പോഴും ശ്രദ്ധിക്കണം. പ്രായമായ കുട്ടികൾ മാതാപിതാക്കളുടെ നെഞ്ചിലെ നെരിപ്പാണ്. പണമല്ല മക്കളെ ജീവിതത്തിൽ പ്രധാനം. മണി കംസ് ആൻഡ് ഗോസ്, മൊറാലിറ്റി കംസ് ആൻഡ് ഗോസ്. പ്രതിക്കൂട്ട് നിൽക്കുന്നതിൽ 90% 30 വയസ്സിൽ താഴെയുള്ളവരാണെന്നുള്ള അറിവ് ഒരു ന്യായാധിപന്റെ വേദനയും പിതാവിന്റെ ഉത്കണ്ഠ. അതിന് അവൻ ഇതുവരെ ഒരു കുഴപ്പമുണ്ടാക്കിയിട്ടില്ലല്ലോടാ. ഇയാളുടെ ഉപദേശം പോരടിച്ചു തുടങ്ങിയെന്നാ അവൻ പറയണത്. അപ്പ പഠിക്കാൻ പോകുന്ന മകന്റെ മനസ്സിൽ
ഞാൻ ജപിച്ച് കിട്ടുന്ന രക്ഷായന്ത്രമാണത്. മകന്റെ മനസ്സിൽ അത് ഉണ്ട് എന്ന ബലത്തിലാണ് ഞാൻ സമാധാനിക്കുന്നത്. ഇപ്പോൾ അയാൾ സ്വന്തം കാലിലല്ല നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഗുണദോഷം ഏറുന്നത്. ചോറ് വേണമെന്ന് പറഞ്ഞെങ്കിലും കഴിച്ചത് മൊത്തം ഉള്ളിത്തീയലാ. പപ്പായും അമ്മായും ഒക്കെ വിളിക്കാറുണ്ടോ? ഓ, പഠിപ്പൊക്കെ എങ്ങനെ? നന്നായി പോകുന്നു. എങ്കിൽ വൈകണ്ട. എന്തേ? ഇല്ല, വൈകുന്നില്ല. വല്യപ്പ, നേരെ ഹോസ്റ്റലിലേക്കല്ലേ? അതെ. മോനെ എത്തിയാൽ ഉടനെ വിളിക്കണേ. ഓ വല്യപ്പ. മോൻ പോകുമ്പോൾ വല്യപ്പനാ സങ്കടം. ഇന്നിനി മിണ്ടാട്ടവും കാണില്ല, ആഹാരവും കഴിക്കില്ല. മുഖം പറയുന്നു മനസ്സിന് വല്ലാത്ത ഭാരമുണ്ടെന്ന്. ഹരികൃഷ്ണ കേസിൽ വിധിയെഴുതേണ്ട ദിവസമാണ്. സിദ്ധാർത്ഥ എന്ന പ്രതിക്ക് ഏറിയ 25 വയസ്സ് പ്രായം കാണും. കോടതി മുറിയിൽ അരങ്ങേറിയ ഹൃദയം നിശ്ചലമാക്കുന്ന രംഗം. കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ വിധവ വിസ്താരവേളയിൽ 3 തവണ ബോധമിട്ട് വീണു. അച്ഛൻ നഷ്ടപ്പെട്ട 3.5 വയസ്സുള്ള കുഞ്ഞ് അറിയാതെ ചേമ്പിൽ ഓടിക്കഴിഞ്ഞു. കോടതി മുറിയിൽ ന്യായാധിപന് നിയമത്തിന്റെയും സാങ്കേതികതയും കണ്ണുപോയി. മനസാക്ഷിയുടെ കണ്ണ് വേണ്ട. പക്ഷേ ഒരു കുറ്റവാളിക്ക് ശിക്ഷ വിളിക്കുമ്പോൾ ന്യായാധിപൻ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക വ്യഥ അത് ഭയങ്കരമാകില്ല. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ഒരു ബ്ലാക്ക് ടീ എടുക്കും. ക്ഷമിക്കണം, ഞാനിപ്പം മദ്യപിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം സാറേ, കുറെ ദിവസങ്ങളായി മദ്യമാണ് എന്നെ ജീവിപ്പിക്കുന്നത്. മദ്യപാനികളെ പരിശീലിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന സ്ഥലമല്ലിത്. ക്ഷമിക്കണം, അങ്ങനെ പോലൊരു വലിയ മനുഷ്യന്റെ മുന്നിൽ ഇങ്ങനെ വരേണ്ടി വന്ന ഗതികേട്. 25 വർഷമായിട്ട് ഗൾഫിലായിരുന്നു സാറേ, ദുബായിൽ. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയും കോടികൾ ഉണ്ടാക്കി. ഒറ്റ മോൻ. ജീവിച്ചതും സമ്പാദിച്ചതും ഒക്കെ അവന് വേണ്ടി. അവന്റെ ജീവിതം, ജീവൻ, ഭാവി ഒക്കെ ഇപ്പോൾ അങ്ങയുടെ കയ്യിലാ. സിദ്ധാർത്ഥന്റെ അച്ഛനാണ് ഞാൻ. നോക്കൂ മിസ്റ്റർ, സോമശേഖരൻ ഉണ്ണിത്താൻ. ഉണ്ണിത്താൻ, നിങ്ങളിവിടെ വരാൻ പാടില്ലായിരുന്നു. പ്ലീസ്, എനിക്ക് നിങ്ങളെ കാണണ്ട, കേൾക്കണ്ട. പ്ലീസ്. ഒറ്റ മോനാ. അങ്ങനെ സ്വാധീനിക്കാൻ കഴിയാത്ത അത്ര വലിയ മനുഷ്യനാണെന്ന് എന്റെ വക്കീല് പറഞ്ഞു. 25 ലക്ഷം രൂപയുണ്ട്. പോരെങ്കിൽ എത്ര വേണമെന്ന് പറഞ്ഞാൽ മതി. സാറ് പറഞ്ഞാൽ മതി. ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് കൊടുക്കാം. മോനെ ശിക്ഷിക്കരുത്. ഇങ്ങനെ ആവശ്യമായി എന്റെ മുന്നിലെത്താൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? ധൈര്യം താഴെ വരും സാറേ. കൊണ്ടുകൊടുത്ത മദ്യത്തിന്റെ അളവ് കുറഞ്ഞെന്നും പറഞ്ഞ് സപ്ലയറെ കുത്തിക്കൊണ്ടു. നിങ്ങളുടെ മകൻ 3.5 വയസ്സുള്ള ആൺകുട്ടിക്ക് ഇപ്പോൾ അപ്പനില്ല. 25 വയസ്സുള്ള ഒരു പെൺകുട്ടി വിധവയിൽ നിങ്ങളുടെ മകൻ നിമിത്തം. അറിയാം സാറേ. കോടതി മുൻപാകെ സംശയാതീതമായ കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ കാണാൻ വന്നത്. എന്റെ മോനെ ശിക്ഷിച്ചാൽ മകനെ തിരിച്ചു കിട്ടുമോ? നിങ്ങളുടെ മകനെ ശിക്ഷിക്കുന്നത് ഞാനല്ല, നിങ്ങൾ തന്നെ. അവനെ നന്ദിയിലേക്ക് വളർത്താതിരുന്ന നിങ്ങൾ. മകൻ കുറ്റവാളിയാണെന്ന് ഉറപ്പുണ്ടായിട്ടും അവനെ വില കൊടുത്ത് രക്ഷപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാത്തത് ഞാൻ കാണിക്കുന്ന ദയ. മദ്യപിച്ച് വിവരദോഷിയുടെ ബോധക്കേടായി ഞാൻ ഇതിനെ അവഗണിക്കുന്നു. കടന്നുപോകും. ഗോ ഔട്ട്. പ്ലീസ് സാർ, എന്റെ മോനെ ശിക്ഷിക്കരുത്. അവന്റെ അമ്മ മനസ്സിന്റെ സമനില തെറ്റിയ അവസ്ഥയിലാണ്. ശിക്ഷിച്ചാൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല. കടന്നു പോകാൻ
എന്താ മലയാളത്തിലല്ലേ പറഞ്ഞത്? പോണം. എന്റെ മോനെ ശിക്ഷിച്ചാൽ അനുഭവിക്കും. നിങ്ങളും നിങ്ങളുടെ കുടുംബവും അനുഭവിക്കും. എടീ രാജമ്മേ, ആ കസേര ഇങ്ങോട്ട് ഇട്. മെമ്പർ ഇരുന്നാട്ടെ. എടി, മെമ്പർക്ക് കുടിക്കാനെ കൊണ്ട് കട്ടൻ കാപ്പി തിളപ്പിക്കട്ടോ. ഏയ് വേണ്ട വേണ്ട, നമ്മുടെ പഞ്ചായത്തിന്റെ അഭിമാനമാണ് അയ്യപ്പന്റെ മോൾ പ്രിയ. 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയത് നമ്മുടെ മോളാണെന്ന് പറഞ്ഞ് പ്രസിഡന്റ് പ്രസംഗിച്ചിടി. വയറ്റിൽ ചുരുക്കിയാ മെമ്പറെ ഈ മോളെ പഠിപ്പിച്ചത്. അതിനെന്താ, അവൾ പഠിച്ചു മിടുക്കിയായില്ലേ, നന്നായി വരും. ഇന്ന് തന്നെ മോളെ കൊണ്ട് പോവുക മെമ്പറെ. 10 രൂപയുടെ ഗോപാലകൃഷ്ണനെ ടൗണിൽ ഇറങ്ങും. അവിടുന്ന് ട്രാൻസ്പോർട്ടിൽ പോകണം. പഞ്ചായത്തിന്റെ കത്ത് കിട്ടിയാ? കിട്ടി. പ്രിൻസിപ്പാളിനെ ഏൽപ്പിക്കാൻ പ്രസിഡന്റ് പറഞ്ഞു. പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ച് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളും സ്വീകരിക്കുക എന്ന് പറഞ്ഞാണ് ഈ മോൾക്ക് മാലയിട്ടത്. നന്നായി വാ മോളെ, ഒരു പഞ്ചായത്ത് മുഴുവൻ നിന്റെ കൂടെ ഉണ്ട്. വരട്ടെ. മെമ്പറെ മെമ്പറെ, ആ കക്കൂസിന്റെ ബാക്കി കാശ്. അത് ഓഫീസിലേക്ക് വന്നാ മതി, തന്നേക്കാം. ഓ, അത് ഇനി കിട്ടപ്പോയില്ല. നിങ്ങൾ എന്താ താമസിച്ചത്? മെമ്പർമാര് മുഴുവൻ പ്രസംഗിച്ചു മോളെ പറ്റി. എടി രാജമ്മേ, നമ്മുടെ കൊച്ചും കവിത ചൊല്ലി പ്രസംഗിച്ചു. നിങ്ങൾ പ്രസംഗിച്ചോ? അയ്യേ, മോഹന മെമ്പർ പറയുക അയ്യപ്പന്റെയും രാജമ്മയുടെയും ഭാഗ്യമായി കൊച്ചെന്ന്. ശോശാമ്മ മെമ്പർ പറയുക പഞ്ചായത്തിന് വിളക്കാ നമ്മുടെ മോളെന്ന്. പ്രതിപക്ഷ നേതാവ് പൂക്കുഞ്ഞ് പറഞ്ഞത് എന്തുവാ, പഞ്ചായത്തിന്റെ പേര് പുറത്താക്കാൻ ഉത്തരവാദിത്തമാ നമ്മുടെ മോൾക്കെന്ന്. കേട്ടോ മോളെ, മിണ്ടാതെ ഉരിയാടാതെ 2 പാണലിന്റെ ഇല പിച്ചണം. 2 മുളകും ഇത്തിരി ഉപ്പും ഇങ്ങ് എടുത്തോണ്ട് വാ. ഒന്ന് തലക്കുഴിഞ്ഞിടാനാ. ഈ അമ്മയുടെ ഒരു കാര്യം, എല്ലാവരും കൂടി കണ്ണു വെച്ച് വിട്ടിരിക്കുകയല്ലേ. പഞ്ചായത്തുകാർ തന്ന പൈസയാ. പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പൈസ ചെലവാകുമെന്നാ നാട്ടുകാർ പറയുന്നത്. കുഞ്ഞിപ്പിള്ള ചോദിക്കുക, ഇത്രയും അഹമതി വേണോ അയ്യപ്പാന്ന്. ഓ, കണ്ണുകടിയാണെന്നേ, അസൂയ. കുഞ്ഞു പിള്ളയുടെ മോളെ 10 തോട്ട് നമ്മുടെ ജേക്കബ് പച്ചായന്റെ വീട്ടിൽ പാത്രം മോറാൻ പോവാ. നമ്മുടെ കൊച്ചിനെ കൂടെ അങ്ങനെ വിടാത്തതിന്റെ അസൂയയാ. പെണ്ണ് പോയി കണ്ണു തെളിഞ്ഞാൽ അയ്യപ്പന്റെയും രാജമ്മയുടെയും പട്ടിണിക്കേട് മാറിയാലോ. ഇപ്പൊ ഈ പഞ്ചായത്തുകാരെ വിളിച്ച് സ്വീകരിച്ചതേ നിസ്സാര കാര്യമാണോ? ഇത്രയും കാലം കണ്ണുവെട്ടത്ത് നിന്ന് പഠിച്ച കൊച്ച ദൂരോട്ട് വിടുമ്പോൾ ഒരു മനപ്രയാസമാണ്. ഒരു കാര്യം ചെയ്യും നിങ്ങള്, അരപ്പാൻ വീട്ടിൽ വെച്ച് പൂട്ട് കൊച്ചിനെ. ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്നേ. പിന്നെ കൊണ്ടുവിടുമ്പോൾ ഉത്തരവാദിത്തമായിട്ട് വാദ്യാന്മാരെ ഏൽപ്പിക്കണം. നമ്മുടെ സാഹചര്യം ഒക്കെ പറയണം. ഞാനിവിടെ വരണോ? നിങ്ങളൊരു വാവളപ്പനായതുകൊണ്ട് ചോദിക്കുക. വേണ്ട, ഞാൻ കൊണ്ട് വിട്ടോളാം. പ്രസിഡന്റിന്റെ എഴുത്ത് കൊടുക്കണം. MLA കണ്ടൊരു എഴുത്ത് മേടിക്കേണ്ടതായിരുന്നു. വേണ്ട, ആര് ചോദിച്ചാലും അയാൾ എഴുത്ത് കൊടുക്കും. തന്നെയുമല്ല, ഭരിക്കുന്നത് പ്രസിഡന്റിന്റെ പാർട്ടിയുമാ. മിണ്ടാതെ ഉരിയാടാതെ ഇത് ആ അടുപ്പിലേക്ക് ഇട്ടേര്. വൈകണ്ട, ബസ് പോയാൽ പിന്നെ 1 മണിക്കൂർ നടക്കണം. കൊണ്ടുപോകാൻ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്നുകൂടി നോക്കണം, എന്തെങ്കിലും മറന്നു പോയിട്ടുണ്ടോന്ന്. ട്യൂട്ടോറിയത്തിൽ പഠിപ്പിക്കുന്ന ചന്ദ്രൻ പറഞ്ഞത് പഠിച്ചു തീരുമ്പോൾ അവിടുന്ന് തന്നെ ആൾക്കാർ വന്ന് കൊത്തിക്കൊണ്ട് പൊക്കോളുന്ന. ഈശ്വരൻ ബുദ്ധി കൊടുത്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് കരക്ക് എത്തിക്കണം. മോളെ പ്രവേശന പരീക്ഷയുടെ കോച്ചിങ്ങിന് വിട്ടത് എവിടെയാണെന്ന് ഓരോരുത്തരും ചോദിച്ചു. നമ്മൾ എവിടെയെങ്കിലും കൊച്ചിനെ വിട്ടോ? അവൾ ഇവിടെ ഇരുന്ന് ഒറ്റയ്ക്ക് പഠിച്ചെഴുതിയതാ. അച്ഛനാണ് എൻ്റെ രായമേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിന്നാണ് ഞാൻ സ്വപ്നത്തിൽ നനച്ചതല്ല. അതെ,
പെണ്ണ് എഞ്ചിനീയർ ആകുന്നതിന്റെ ആണോടി നിനക്കൊരു നിഗളിപ്പെന്ന്. എന്നെ കണ്ടാൽ അങ്ങനെ വല്ലതും തോന്നുമോ? കൊക്കപ്പൊട്ടി പോയിരിക്കുന്നു നിന്നെ കണ്ട് തെറ്റിദ്ധരിക്കുന്നു. ആരടി? സുമാരനളിയനാ. നിങ്ങളുടെ കൊച്ചിനെ ആരാണ്ട് പിടിച്ച് തിന്നാ? അവളകത്തുണ്ട്. ഓമനക്കുട്ടനെ എവിടെ അണ്ണാ ഇപ്പോ? ജബൽപൂരിൽ ഭാഗ്യത്തിന് അതിർത്തി നിന്ന് പോന്നു. അളിയൊന്നും കച്ചവടത്തിനൊന്നും പോയില്ലേ? ഇന്നങ്ങ് മെനക്കെട്ടതാ. ഇന്നലെ ഒരു കൊട്ട അയല എടുത്തിട്ട് വെളുപ്പിനാ തീർന്നത്. ഇങ്ങോട്ടൊന്ന് വരണം, കൊച്ചിനൊരു പാവാടയ്ക്കും ജമ്പറിനും തുണി എടുത്തു കൊടുക്കണം എന്ന് വിചാരിച്ച സമയം വേണ്ടേ? സുലോചനയ്ക്ക് സുഖം തന്നെയാണല്ലോ. ചോദിക്കാനുണ്ടോ? അവളെന്തെങ്കിലും കഴിച്ചാൽ ശരീരത്ത് കാണും. നീ എന്തെങ്കിലും കഴിച്ചാൽ പറമ്പിക്കൊണ്ടേ കളയും. മാമൻ എപ്പോഴാ വന്നേ? ഓമനക്കുടന്റെ എഴുത്തൊക്കെ വരുന്നുണ്ടോ മക്കളെ? ഇന്നലെ വന്നായിരുന്നു. ഏതാണ് ഒരു കയറ്റം കിട്ടിയെന്ന് പറഞ്ഞല്ലോ കൊച്ചെ. ഇപ്പൊ അവൻ ആരാ? ലാൻസ് നായിക്ക്. യൂണിഫോം ഇട്ടുകൊണ്ടൊരു ഫോട്ടോ അയച്ചു തന്നു കേട്ടോ. നിനക്ക് അയച്ചു തന്നോടി? അയച്ചു തന്നു. മമ്മൂട്ടി തോറ്റു പോവാളിയാ, മമ്മൂട്ടി തോറ്റു പോകും. ഇതാ മാമൻ മോക്ക് വേണ്ടി മേടിച്ചതാ. ഇത് തുണി. സുലോചന വാങ്ങിച്ചു തന്നതാ. പുരുഷന്റെ കടയിലെ ചൂട് സുഖിയൻ. മോള് കൊണ്ടുവച്ച് തിന്നു. പിന്നെ അളിയാ, ഞങ്ങൾ ചിലതൊക്കെ കേട്ട് ശരിയാണോ എന്നറിയാൻ വന്നതാ. എന്താ അളിയാ? പെണ്ണിനെ എഞ്ചിനീയർ ആക്കാൻ വിടുന്നു എന്ന് കേട്ട്. ഈശ്വരാധീനം എന്നല്ലാതെ എന്താ പറയാനാണ്? കൊച്ചെ പരീക്ഷ എഴുതി കിട്ടി. തന്ത ഇന്ന് കൊണ്ടുവിടാൻ പോവാ. അവക്കടെ ദൈവാധീനത്തിന് ആ സുമാരൻ അളിയൻ സമയത്ത് വന്നത്. അനുഗ്രഹം വാങ്ങിച്ചിട്ട് പോകാമല്ലോ. ഇതിന് ദൈവാധീനം എന്നല്ല പറയേണ്ടത്, അഹങ്കാരമെന്നാ. ഇവളാരാ? എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക. ഇവളാരാ? ഓമനക്കുട്ടനോട് ഒരു വാക്ക് ചോദിക്കാൻ തോന്നി ഓടി. അവള് പള്ളിക്കൂടത്തിൽ പോകുന്നതിനും പരീക്ഷ പാസ്സാകുന്നതിനും ഓമനക്കുട്ടനോട് എന്തിനാ ചോദിക്കുന്നത്? അവൻ കെട്ടാൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണാണോ ഇത്? അതിന് അവളെ എഞ്ചിനീയർ ആക്കണോ ഡോക്ടർ ആക്കണോ എന്ന് ചെറുക്കൻ തീരുമാനിക്കും. അവൻ 2 മാസത്തെ അവധി എടുത്ത് വരുന്നത് എന്തിനാ? കല്യാണം നടത്തിയിട്ട് പോകാനാ. അത് ശരി. അത് അവൻ മാത്രം തീരുമാനിച്ചാൽ മതിയോ? അവൻ മാത്രം തീരുമാനിച്ചതാണോ? കുടുംബത്തിൽ വന്ന ആണുങ്ങൾ തീരുമാനിച്ചതാ. എടാ, 12ാം ക്ലാസ് പാസ്സായപ്പോ കൊച്ചു എൻട്രൻസ് എഴുതി. അഹമ്മതി അല്ലാതെന്താ? അവള് പാസ്സായി. വളർത്തു ദോഷം. പഠിക്കണമെന്നുള്ള അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് ആരാ? നിവൃത്തി ഉണ്ടായിട്ടല്ല എന്റെ അണ്ണ. ദൈവം അനുഗ്രഹിച്ച അവൾക്ക് തോനെ ബുദ്ധിയുണ്ട്. ഒരു കൊച്ചു എഞ്ചിനീയറായി കണ്ണു തെളിഞ്ഞാൽ ആർക്കാ അതിന്റെ നേട്ടം? അവളെ കല്യാണം കഴിക്കുന്നത് കൊച്ചിന് അത് ഇഷ്ടമല്ലെങ്കിലോ? ഇയാൾ പതുക്കെ പറയണോ? ഞാൻ മീൻകാരനാ. എന്റെ കൊച്ചു ഇതിന് കൂടും. പഠിക്കാൻ നിർബന്ധമാണെങ്കിൽ അവളെ TTCക്ക് വിടാൻ അവൻ പറഞ്ഞു. എന്റെ കൊച്ചു എഞ്ചിനീയർ ആകുന്നതിന് അവൻ തടസ്സം നിൽക്കേണ്ട കാര്യം എന്താ? എന്റെ രാജമ്മേ, എപ്പോഴും ആണുങ്ങളെ കാട്ടി ഒരു പടി താഴെ നിൽക്കണം പെണ്ണുങ്ങള്. എന്റെ കൊച്ചെന്താ കോടിപ്പുറത്ത് കയറി നിൽക്കുവാണോ? അല്ല പിന്നെ. ഭർത്താവ് പട്ടാളക്കാരനും ഭാര്യ എഞ്ചിനീയറും ആണെന്ന് പറഞ്ഞാൽ ആർക്കാ അതിന്റെ കുറച്ചില്? നമ്മുടെ ഓമനക്കുട്ടനെ. എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്ന കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അവളല്ല, അവളുടെ അച്ഛനും അമ്മയുമായി ഞങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞു. അത് ശരി. അപ്പൊ സുകുമാരന്റെ വാക്കിന് ഒരു വിലയുമില്ലെന്ന് ഓമനക്കുട്ടനെ എഴുത്തയച്ചിട്ടാ ഞാൻ വന്നത്. ഓ, 10ാം ക്ലാസ് തോറ്റ് പട്ടാളത്തിൽ പോയ അവന് എന്നാ വിവരമുണ്ടെന്നാ? ഇന്ത്യ ഗവൺമെന്റിന്റെ 10 പുത്രം മേടിക്കുന്നവരാ അവൻ. ഓ പിന്നെ, ദേ മനുഷ്യ, സുമാരൻ അളിയുടെ വർത്തമാനം കേട്ടിരുന്നാലേ നിങ്ങൾ താമസിക്കും. പോ മനുഷ്യ, കൊച്ചിനെ കൊണ്ട്. ചെല്ലൻ. അത് ശരി. എന്റെ വാക്ക് കേൾക്കാതെ കൊച്ചിനെ വിടും? ആ വിടും. സുമാരൻ കച്ചവടം ചെയ്തെന്ന് കരുതി നിന്റെ തലയിലും ഉപ്പ് വെള്ളമാണോടാ? അതെ, കൂട്ടത്തിൽപ്പെട്ട ഒന്നേ കൊണപ്പെട്ട് പോട്ടെ എന്ന് വിചാരിക്കുകയല്ല. അസൂയ അല്ലാതെന്താ ഇതിനൊക്കെ? നിന്റെ എന്ത് പുല്ല് കണ്ടിട്ട് അസൂയപ്പെടാനടി ഞാൻ. അല്ല പിന്നെ, ചെറുക്കന്റെ അഭിപ്രായമാ ഞങ്ങളുടെ അഭിപ്രായം. അത് ധിക്കരിച്ചാൽ ദാ ഈ ബന്ധം ഇവിടെ തീരും. എന്റെ മോള് പഠിക്കാൻ പോകും, അവളുടെ ആഗ്രഹം പോലെ. കൊണപ്പെടാനുള്ള പോക്കല്ല. മര്യാദയോട് പറയരുത്, ഓടിച്ചു മോന്ത് വിളിക്കും ഞാൻ. പെണ്ണിന് ദൈവം ഇത്തിരി ബുദ്ധി കൊടുത്തെന്ന് പറഞ്ഞ് തന്തയും തള്ളയും നിലത്തും താഴെയല്ല. ഓമനക്കുട്ടനെ ഞങ്ങൾ വേറെ പെണ്ണന്വേഷിക്കും. പേടിപ്പിക്കല്ലേ? ഞങ്ങളുടെ കൊച്ചി ഇവിടെ നിന്ന് മൂത്ത് നരച്ചൊന്നും പോകില്ല.
നല്ല ഒന്നാന്തര ആൺകൊച്ചുങ്ങള്, പഠിപ്പും വിവരമുള്ളവര് വരും. എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചാണല്ല, അവന് പഠിപ്പും വിവരവും ഇല്ലെന്ന്. നീ അല്ലെങ്കിലും കണ്ണാട്ടുകുട്ടിക്കാരുടെ സ്വഭാവം കാണിക്കൂടി. കണ്ണാട്ടുകുട്ടിക്കാർക്ക് എന്താണോ കുഴപ്പം? തന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ലെന്നാ? മര്യാദയോട് പറയുന്നൂടി. മിണ്ടാതിരിക. എന്റെ മോളെ എന്ത് പഠിക്കണം പഠിപ്പിക്കണമെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. നീ നിന്റെ കാര്യം നോക്കി പോകണം. അത് ശരി, ഞാനിപ്പോൾ അന്യാർത്ഥക്കാരനായി. നോക്കിക്കോ, ഇനി ഈ പടി കിടക്കില്ല. വേണ്ട, എന്റെ പെങ്ങളെത്തി നിന്റെ കൂടെ പൊറുക്കുന്നുണ്ടല്ലോ, അവളെ ഇങ്ങോട്ട് വിട്. എനിക്ക് ചിലത് ചോദിക്കാനുണ്ട്. എന്തോ ചോദിക്കാനാ? ഈ പെണ്ണിനെ കൊണ്ട് നിങ്ങൾ അനുഭവിച്ചില്ലെങ്കിൽ എന്നെ എന്ത് ഇങ്ങനെ വിളിച്ചു? കുണം പിടിക്കത്തില്ല, അമ്മച്ചിയായ കുണം പിടിക്കത്തില്ല. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങാൻ നിൽക്കുന്ന എന്റെ മോളെ പ്രാകുന്നോ? ഇറങ്ങാൻ കൊടുത്ത് ഇനി ഈ കമ്പ് പരസ്പരം യോജിക്കണം, എന്നാലേ നമ്മളൊന്നാവൂ. സുമാരനാണ് പറയുന്നത്, കരുതിക്കും. ബാഗ് എടുത്ത് ഇറങ്ങി വെച്ചേ, പോകാം. പകുതി കേട്ടില്ലേ ഇപ്പോൾ തന്നെ വഴി. അമ്മ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ഗ്രാമത്തിന്റെ സ്വപ്നമാണ് ഈ കുടുംബത്തിന്റെയും. ഭഗവതി, എന്റെ മോളെ കാത്തോണേ. കണ്ടില്ല. ഒറ്റയ്ക്കിരുന്ന് ചീട്ട് കളിക്കുക. വാർത്ത കഴിഞ്ഞ് സീരിയൽ തുടങ്ങാറാവുമ്പോഴേക്കും എഴുന്നേറ്റ് വരും. പ്ലസ് വിളിച്ചിട്ട് 2 ദിവസം അങ്ങോട്ട് വിളിച്ചിട്ട് അനീഷിനെ പോലും കിട്ടുന്നില്ല. സെല്ലിന്റെ നെറ്റ്വർക്കിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. കൺഗ്രാജുലേഷൻ സാറേ, കൺഗ്രാജുലേഷൻ. സിദ്ധാർത്ഥനെ തൂക്കാൻ വിധിച്ച കോടതിയെ മാധ്യമങ്ങൾ മുഴുവൻ പുകഴ്ത്തി. അവന്റെ അച്ഛൻ പിന്നെ എന്തിനു മടിച്ചു നിൽക്കണം? കൺഗ്രാജുലേഷൻ. മാതാപിതാക്കളുടെ ഭാഗ്യം മക്കളാ. അവര് നന്നായ സുഹൃതം. വഴിതെറ്റിപ്പോയാൽ ക്ഷമിക്കണം. മനസ്സിന്റെ ഭാരം ശരീരത്തിന് താങ്ങാൻ കഴിയുന്നില്ല. വിധിവാചകത്തിൽ മാതാപിതാക്കൾക്കായി അന്ന് നൽകിയ നിർദ്ദേശം വളരെ വാർത്താ പ്രാധാന്യം നേടിയിരിക്കുക. സമ്പന്നതയുടെ മണിത്തട്ടിൽ കഴിയുന്ന മക്കളാണ് പലപ്പോഴും വഴിതെറ്റി പോകുന്നത്. പണം കൊടുത്ത് മക്കളെ തൃപ്തിപ്പെടുത്തുന്ന മാതാപിതാക്കൾ, പണമാണ് സ്നേഹമെന്ന് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ സമൂഹത്തിന് നൽകുന്നത് ഒരു പറ്റം പുതിയ ക്രിമിനൽസിനെയാണ്. പണമുണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലിൽ ഏറ്റവും വലിയ സമ്പത്തായ മക്കളെ കൈമോശം വരുന്നത് മാതാപിതാക്കൾ അറിയുന്നില്ല. അങ്ങനെയുള്ള ജാഗ്രതയിലേക്കാണ് ഈ വിധി എത്തേണ്ടത്. 25 വർഷം മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടത് എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങ് വധശിക്ഷയ്ക്ക് വിധിച്ച ആ മകന് വേണ്ടിയായിരുന്നു. ജീവിതമെന്ന കമ്പോളത്തിലെ മുന്തിയതെന്തും മകന് വാങ്ങിക്കൊടുത്തത്. ഈ ജീവിതം ഒരു ഭാഗ്യമാണ്. മാതാപിതാക്കൾക്ക് ഏത് പാഠപുസ്തകം നോക്കി മക്കളെ വളർത്താൻ സാധിക്കും സാറേ? ശല്യപ്പെടുത്തുകയാണെന്നറിയാം, എങ്കിലും ഒന്ന് പ്രതിഷേധിക്കാൻ വന്നതാണ്. മകനെ തൂക്കാൻ വിളിച്ചറിഞ്ഞ് അവന്റെ അമ്മ ഒരു പടി വച്ചിട്ടു സാറേ. അവള് കേറിയൊന്ന് തൂങ്ങി. സ്വപ്നങ്ങൾ പൊലിഞ്ഞാൽ മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടു പോകും. ഒഴിമൊട്ടിയവന്റെ മനസ്സിന്റെ രോദനം എനിക്ക് കേൾക്കാം. എന്റെ ജീവിതത്തെ ആരാണ് തോൽപ്പിച്ചത്? കർമ്മം കൊണ്ട് പകരം ഒരു വിധി കൊണ്ട് സാരം. നിങ്ങൾ വലിയവനാ, വലിയവൻ. കൺഗ്രാജുലേഷൻ. പോസ്റ്റ്മോർട്ടം ചെയ്ത ഭാര്യയുടെ ശരീരം ഏറ്റുവാങ്ങണം. സംസ്കരിക്കണം. പിന്നെ
70 വട്ടം ആലോചിച്ചു. ശേഷമാണ് വിധിച്ചത്. ജുഡീഷ്യറിക്കും എൻ്റെ മനസാക്ഷിക്കും തെറ്റ് പറ്റിയിട്ടില്ല. ദൈവം എഴുതിയതാണ് വിധിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? മനസ്സിൽ കറന്നൽ കുത്തിയതുപോലെ. വാർത്തയ്ക്ക് സമയമായി. കേട്ടിട്ട് TV ഞങ്ങൾക്ക് വിട്ടതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കാതെ. വിധിക്ക് പിന്നാലെ പോകേണ്ടവൻ ന്യായാധിപനല്ല, പ്രതിയും വാദിയും ഒക്കെയാ. വാർത്തകൾ വിശദമായി. കാശ്മീരിൽ ആരാധനാലയത്തിനടുത്തുണ്ടായ ചാവേർ ബോംബ് സ്ഫോടനത്തിൽ 7 പേർ മരിച്ചു. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല. തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാൻ നടപടിയെ ആഭ്യന്തര മന്ത്രാലയം അപലപിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിൽ റാഗിംഗ്. വിദ്യാർത്ഥിനി തീവ്ര പരിചരണ വിഭാഗത്തിൽ. 1ാം വർഷ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചത് ബ്ലസൻ എന്ന ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആണെന്ന് പ്രിൻസിപ്പൽ. ആശുപത്രിയിൽ വെച്ച് ബോധം തെളിഞ്ഞ വിദ്യാർത്ഥിനി പോലീസിന് മൊഴി നൽകി. ഡിസ്ട്രിക്ട് ജഡ്ജ് അൽഫോൺസിന്റെ മകൻ ബ്ലസൻ ഒളിവിലാണ്. പ്രതിക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ ആരംഭിച്ചു. വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലേക്ക്. ഹലോ, അതെ അൽഫോൺസ്. തോമസ്, ഞാനിപ്പോൾ വാർത്തയിലൂടെയാണ് അറിഞ്ഞത്. ഇല്ല, അറിയില്ല. വിളിച്ചില്ല, എനിക്കറിയില്ല. ഹലോ രമേശേട്ടാ, ഞാനല്ലീലമ്മ. അയ്യോ, അറിയില്ല. ഞങ്ങൾ വാർത്ത കേട്ടാ അറിഞ്ഞത്. മോൻ വെക്കേഷൻ കഴിഞ്ഞ് പോയതാ. അറിയില്ല. ആ റിസീവർ എടുത്ത് മാറ്റി. അപ്പൻ അറിയില്ല. ജസ്റ്റിസ് അൽഫോൺസിന്റെ മകൻ ഏതോ പെൺകുട്ടിയെ പീഡിപ്പിച്ചു. ബസ് അവൻ ഒളിഞ്ഞു. വിളിച്ചിട്ട് കിട്ടുന്നില്ല. എവിടെയുണ്ടെന്ന് അറിയില്ല. ഒരിക്കലും നമ്മുടെ മോൻ അങ്ങനെ ഒരു കുറ്റം ചെയ്യില്ല. ആരെയാ വിളിക്കുന്നത്? കോളേജിലെ പ്രിൻസിപ്പാൾ. ഹലോ അലക്സാണ്ടർ സർ, ഞാൻ അൽഫോൺസ്. ഒരു വാർത്ത കേട്ടു. അതിന്റെ സത്യാവസ്ഥ ചോദിച്ചറിയാൻ വേണ്ടി വിളിച്ചത്. ക്ഷമിക്കണം സർ, നിങ്ങൾ കേട്ട വാർത്ത സത്യമാണ്. വിളിച്ചറിയിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അറിയിക്കാതിരുന്നത്. കോളേജിൽ ചീത്ത പേരെ. ഇനി എന്തൊക്കെ സംഭവിക്കുന്നത് നിശ്ചയില്ല. എന്നിട്ട് അവന് വിളി. അറിയില്ല. ഹോസ്റ്റലിൽ മുങ്ങിയിരിക്കാം. അവിടെ വന്നില്ലേ? ഇങ്ങനെ വിളിച്ചു നിന്നാലോ? അവൻ എവിടാ? എന്താണ് അന്വേഷിക്കണ്ടേ? ഇവിടെ പോയി അന്വേഷിക്കണം. ഞാൻ പറ. കുറ്റം ചെയ്തിട്ട് മാതാപിതാക്കളുടെയോ പോലീസിന്റെയോ മുന്നിൽ സറണ്ടർ ആവാതെ ഒളിച്ചിരിക്കും. ഞാൻ തേടി ഇറങ്ങണം. എന്താ ഏതാണെന്നൊക്കെ അറിയാതെ. ദൈവമേ, അനീഷേ, എന്റെ മോൻ എവിടെ? അവനിവിടെ വന്നില്ലേ? എന്താ കുട്ടി സംഭവിച്ചത്? ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാ പ്രിയ. ഏതോ പാവപ്പെട്ട വീട്ടിലെ ബ്ലസൻ എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് അവൾ പ്രതികരിച്ചു. അതിന് പ്രതികാരം ചെയ്തതാ. ഒരു സീനിയർ വിദ്യാർത്ഥിനിയെ വിട്ട് തന്ത്രത്തിൽ കമ്പ്യൂട്ടർ ലാബിലേക്ക് വിളിപ്പിച്ചു. അതിനുശേഷം ബലപ്രയോഗത്തിലൂടെ അവളെ കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ ആവുന്നതൊക്കെ ശ്രമിച്ചു. പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞു നോക്കി. എനിക്കറിയേണ്ടത് അവനെവിടെ ഉണ്ടെന്നാ. ബോധം തെളിഞ്ഞ ആ കുട്ടി അവന്റെ പേര് പോലീസിനോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ മുങ്ങിയതാ. എവിടെയാണെന്ന് എനിക്കറിയില്ല. കേസൊക്കെ നമുക്ക് ഒതുക്കി തീർക്കാം. വേണ്ടപ്പെട്ടവരൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്നതും കേസ് അന്വേഷിക്കുന്നതും ഒരു വനിതാ സർക്കിൾ ഇൻസ്പെക്ടറാണ്. അവനെ ഒന്ന് ഒതുക്കിയെടുക്കണം. ഈ ടിവിക്കാരൻ പത്രക്കാരനുള്ള ശല്യമാ സഹിക്കാൻ വയ്യാത്തത്. സുനാമി പോലെ അവനെ ആഘോഷിക്കുക. നീ എന്തിനാ ഫോൺ ഓഫ് ചെയ്തിട്ടിരിക്കുന്നത്? കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. പോലീസിനെ ഭയന്ന് ഓഫ് ചെയ്തിരിക്കുക.
എന്തിനാ നീ പോലീസിനെ ഭയക്കുന്നത്? അവന്റെ കൂട്ടുകാരനല്ലേ? കുറ്റകൃത്യത്തിൽ നിനക്ക് പങ്കുണ്ടായിരുന്നു? ഏയ്, ഞാനത്ര കാരണമൊന്നുമല്ല. സംശയത്തിന്റെ പേരിൽ പോലീസിന് ആരെ വേണമെങ്കിൽ പിടിക്കാമല്ലോ. അവൻ ഇതിനെവിടെ പോകാൻ? എനിക്ക് പറയേണ്ടത് അതാണ്. ഒരുപക്ഷെ എന്റെ മോന് വല്ല അപകടവും. ഇതിലും വലിയ അപകടം അവന് എന്ത് സംഭവിക്കാം? മകൻ മരിച്ചു പോയത് കണ്ട് നിങ്ങൾ പോകും. കേട്ടാ? അതായിരുന്നില്ല അമ്മേ ഇതിലും നല്ലത്. അനീഷ്, ബ്ലസ്സിന് എവിടെയുണ്ടെന്ന് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അമ്മ വിഷമിക്കണ്ട, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. പോലീസ് ഇവിടെ തിരക്കി വന്ന ഞാനിവിടെ വന്നതായി പറയരുത്. എടി ലീലാമ്മേ, ടി വി വെക്കടി, സീരിയൽ ഇറങ്ങുന്ന സമയമായി. അൽഫോൺസ് സർ, മകൻ കുറ്റവാളിയാണെന്ന് അറിയുന്നത് അല്പ നിമിഷങ്ങൾക്ക് മുമ്പാണ്. ഇല്ല, ഇവിടെ എത്തിയിട്ടില്ല. മിസ്റ്റർ പോലീസ് സൂപ്രണ്ട്, ഒരു കുറ്റവാളി, അത് മകനാണെങ്കിൽ പോലും ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ തക്ക മനസ്സിരിക്കില്ല. യെസ്, യു ക്യാൻ ബിലീവ് മീ. എന്റെ ദൃഷ്ടിപ്പെട്ട ആ നിമിഷം ഞാൻ അവനെ താങ്കളുടെ മുന്നിൽ ഹാജരാക്കും. എന്റെ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ send a police party and search my house. Okay. കുറ്റവാളിയായ ഒരു ചെറുപ്പക്കാരന് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചുകൊണ്ട് മാതാപിതാക്കൾക്ക് സന്ദേശം നൽകിയവനാണ് ജസ്റ്റിസ് അൽഫോൺസ്. മാധ്യമങ്ങളുടെ പ്രശംസ പിടിച്ചു ആ എന്റെ മകൻ. ദൈവമേ, ഇനിയുള്ള നിമിഷങ്ങൾ ഞാൻ എങ്ങനെ നേരിടണം? ലീലാമ്മേ, ജീവിതം എത്ര പെട്ടെന്ന് കൈമോശം വരുന്നത്. അയ്യപ്പൻ കൂലിപ്പണിക്കാരനാ. അയ്യപ്പനൊരു മോളുണ്ടായിരുന്നു, പ്രിയ. മാതാപിതാക്കളുടെ മാത്രം സ്വപ്നമായിരുന്നില്ല, ആ ഗ്രാമത്തിന്റെ മുഴുവൻ സ്വപ്നവും പ്രതീക്ഷയുമായിരുന്നു. അവളെ നശിപ്പിച്ചു നിങ്ങളുടെ മകൻ. പോലീസിനോട് മോളവന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടു. പോലീസിന്റെ കയ്യിലവനെ കിട്ടുന്നതിന് മുൻപ് അവനെ എന്റെ കയ്യിൽ കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഗണപതിക്ക് ഒരു തേങ്ങ അടിച്ചിട്ട് ഇറങ്ങിയതാ. നായിന്റെ മോനെ കൊന്നുകളെ. എന്നിട്ട് നിങ്ങളുടെ മുന്നിൽ കോടതിയിൽ വന്ന് തല കുനിച്ച് നിന്നരും തൂക്കിക്കൊന്നു. ഇറക്കി വിടവനെ. എവിടെയാ ഒളിപ്പിച്ചിരിക്കുന്നു വെച്ചാൽ ഇറക്കി വിടൂ. താൻ വലിയ ജഡ്ജിയല്ലേ, പണവും സ്വാധീനമുള്ളവൻ. വർത്തമാന പ്രശ്നക്കാരനോട് എന്തു പറയാമെന്നോ? ഇറക്കി വിടൂ അവനെ. മകനെ ഇവിടെ ഒളിപ്പിച്ചിട്ടില്ല. മകന് പകരം എന്റെ തലമതിയെങ്കിൽ വെട്ടിയെടുത്തൊരു പൊളിച്ചു വരില്ല. താൻ വലിയ ജഡ്ജിയൊക്കെ ആയിട്ട് ഇങ്ങനെയാണോടോ മക്കളെ വളർത്തുന്നത്? മനനേരും കിനാവും മാത്രമേ സമ്പാദ്യമായിട്ടുള്ളായിരുന്നു ഞങ്ങൾക്ക്. ആശുപത്രി കിടക്കയിൽ ഭ്രാന്തിയെ പോലെ പിച്ചും പെയ്യും പറയുന്ന എന്റെ മോള് എന്തിനായിരുന്നു ഞങ്ങളോട് ഇങ്ങനെ ഗുണം പിടിക്കത്തില്ല? നിങ്ങളൊന്നും ഏഴ് തലമുറ ഗുണം പിടിക്കത്തില്ല. ചണ്ട് പോലെ പ്രാവുക ഗുണം പിടിക്കത്തില്ല. കാഴ്ചക്കാർ ആഘോഷിക്കുന്നു. ഇനി ഇവരുടെ ജീവിതത്തിൽ എന്ത്? എന്താ ലൈറ്റിടാതെ എടുത്തിരിക്കുന്നത്? വെളിച്ചത്തെ ഇപ്പോൾ പേടിയാണ്. എന്താ ജീവിതയാത്രക്കിടയിൽ എവിടെയോ വെച്ച് വെളിച്ചം കൈമോശം വന്നതുപോലെ സഹയാത്രികരായി മുന്നേ നടന്ന നന്മയുടെ നക്ഷത്രം ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയതുപോലെ. എന്താ ഇത്? എന്നെ വെറുതെ പേടിപ്പിക്കാതെ.
അപ്പന് മനസ്സിൽ ഇരുട്ട് കയറിയിട്ടില്ലല്ലോ? ഉണ്ടോ? മോൻ എവിടെയുണ്ടെന്ന് അറിയില്ല. അപ്പൻ ഇതുവരെ അന്വേഷിച്ചില്ല. പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പോരാത്തത് ആ പെൺകുട്ടിയെ അച്ഛൻ അന്വേഷിക്കുന്നുണ്ട്. കണ്ടെത്തിയാൽ വാർത്തകൾ. എന്റെ മകൻ എന്തെങ്കിലും അപകടപ്പെടുന്നെങ്കിൽ, ഒരുപക്ഷെ എന്റെ മോൻ ആത്മഹത്യ ചെയ്തതാണെങ്കിലോ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ശവം പോലീസ് കണ്ടെത്തും. ഞാൻ അവന്റെ അമ്മയാണ്. 10 പലതല്ല എനിക്ക്. ഒറ്റ മകനാ. ഞാൻ എവിടെ പോയി അന്വേഷിക്കണം? ഹോസ്റ്റൽ വാർഡൻ അറിയില്ല, പഠിപ്പിച്ച അധ്യാപകർക്കറിയില്ല, ഒപ്പം പഠിച്ച കുട്ടികൾക്കറിയില്ല. ഒരുപക്ഷെ അറിയാമെങ്കിൽ പറയുന്നില്ല. ഞാനൊരു പിതാവ് മാത്രമല്ല, പത്രം നോക്കാൻ കഴിയുന്നു, TV ഓൺ ചെയ്യാൻ വയ്യ, ഒരു ഫോൺ എടുക്കാൻ ഭയപ്പെടുന്നു. ബഹുമാനത്തോട് നോക്കിയിട്ടുള്ള കണ്ണുകൾ പരിഹാസം പോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ എങ്ങനെ പുറത്തിറങ്ങി സമൂഹത്തെ അഭിമുഖീകരിക്കണം? യഥാർത്ഥത്തിൽ മാനഭംഗം സംഭവിച്ചത് ആർക്കാണ്? സംഭവം അറിഞ്ഞ് എന്റെ അപ്പൻ പിച്ചും പേയും പറയുക, ജീവിതം ദൈവത്തിന്റെ കരം പിടിച്ചൊരു സഞ്ചാരമായിരുന്നു എനിക്ക്. അദ്ദേഹവും കൈവിട്ട് കളഞ്ഞു. അലക്സാണ്ടർ സാറാ, പ്രിൻസിപ്പൽ. ഹലോ സർ, ഞാൻ അൽഫോൺസ്. എന്താണെന്ന് എന്നോട് പറ. TV വെച്ച് നോക്ക്, വാർത്തയിൽ കാണാം മകനെ പോലീസിനോടൊപ്പം വിലങ്ങണിഞ്ഞ അവസ്ഥയിൽ. നാളെ പത്രങ്ങളിൽ കാണാം പോലീസ് സ്റ്റേഷനിൽ തല പിടിച്ചു നിൽക്കുന്ന മകനെ. പോലീസുകാരോട് നമ്മുടെ മകൻ കുറ്റം സമ്മതിച്ചിരിക്കാമേ. ഇനി അൽഫോൺസ് എങ്ങനെ ന്യായാധിപന്റെ വേഷത്തിൽ ഞാനിനി എങ്ങനെ ഒരു കുറ്റവാളിക്ക് ശിക്ഷ വിധിക്കും? എനിക്കതിനുള്ള യോഗ്യതയില്ല. ജസ്റ്റിസ് അല്ല, ഞാനൊരു കുറ്റവാളിയുടെ പിതാവാണ്. രാജിക്കത്ത് ഫയസ് എന്താ? എനിക്കറിയില്ല, എനിക്കാവില്ല. ന്യായാധിപ സ്ഥാനം ഞാൻ രാജിവെക്കും. അതായിരുന്നല്ലോ മകനെ തേടിപ്പോകാനുള്ള നിന്റെ തടസ്സവും. ജില്ലാ ജഡ്ജി അല്ലാത്ത അൽഫോൺസ് ഇവിടെ അപ്പനാണ്. അനുഗ്രഹിക്കപ്പെട്ടവന്റെ അർത്ഥമാണ് ശുദ്ധിയുള്ള മനസ്സായിരിക്കും എന്റെ കുട്ടിയുടേതെന്നൊക്കെ പറഞ്ഞ് അപ്പനാണ് ആദ്യം ബസ് എന്ന പേര് ചൊല്ലി വിളിച്ചത്. യാഥാർത്ഥ്യത്തിൽ നമുക്ക് ഓടി ഒഴിക്കാൻ കഴിയുമോ മക്കളെ? അവരൊരു രോഗം വന്നാൽ അപ്പനെ എന്ത് ചെയ്യണം? നിന്റെ മുമ്പ് ഞാൻ വീണാ നീ എന്ത് ചെയ്യും? അവനൊരു അപകടം സംഭവിച്ചാൽ നീ എന്ത് ചെയ്യും? ഉപേക്ഷിക്കുന്നതല്ല, പരിഹരിക്കുന്നതാണെന്നല്ലോ. ഏടി പോണവനെ ജാമ്യത്തിലെടുക്കണം. ഡിസ്ട്രിക്ട് ജഡ്ജ് അൽഫോൺസ് അല്ല ചെയ്യുന്നത്. പ്രസന്റ് അപ്പൻ അൽഫോൺസാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ പറയടാ, ഞാൻ പോവാം. ഈ വാർദ്ധക്യത്തിൽ അതിനുള്ള തല്ലികളും കാരണം പെരുകുന്നു. എന്താ വേണം? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ആ ചെറുക്കനെ ജാമ്യത്തിൽ ഇറങ്ങിക്കൊണ്ട് വരുമ്പോ അവന്റെ വെക്കിട്ട് കയറാനും വിചാരം ചെയ്യുന്നൊന്നും പോകണ്ട. താലപ്പൊലിയും താളവാദ്യവും ഒക്കെ ആയിട്ട് സ്വീകരിക്കാം അവനെ. ഒന്ന് വരട്ടെ. എടി പൊട്ടി, ഒളിവിലും പോലീസ് കസ്റ്റഡിയിലും ഒക്കെ ആയി ഒത്തിരി ദിവസത്തെ മാനസംഘർഷം അനുഭവിച്ച് വരുന്നവനാവന്. നീ വരുന്നതിന് കയറുമ്പോ അവന്റെ മുതല് കെട്ടാനൊന്നും പോകല്ലേ? ഈ ദിവസങ്ങളിൽ ഇവിടെ ഉള്ളവരും സുഖിക്കല്ലായിരുന്നോ? ജോലി പോലും രാജിവെച്ചു അവന്റെ അപ്പൻ. ആരാകേണ്ട മനുഷ്യന്? ആരാ ഇതിനൊക്കെ കാരണക്കാരൻ? പെൻഷൻ വാങ്ങിച്ചുകൊണ്ട് കൊടുക്ക ചെറുക്കന്. എടി ലീലാമേ, നീ അവനെ പ്രസവിച്ചതോ ആഹാരം വെച്ച് വിളമ്പിക്കൊടുത്തോ ഒന്നും മോശമായി പോകണമെന്ന് ആഗ്രഹത്തിലാണോ? അല്ലല്ലോ. കാലം കിട്ടുപോയി മുന്നേ അതെന്ത് പറയാനാണ്?
ചത്തുപോയോ? മക്കള് പോയി കുളിച്ച് വേഷമൊക്കെ മാറി എന്നിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങി കഴിക്കും. വല്യപ്പച്ച ഒക്കെ ശരിയാവും. ശരിയാവും. നീ ശരിയാവും. ഇങ്ങോട്ട് മാറണേ. ചോദിച്ചു ചോദിച്ചു കൊറിയയുടെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു. നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചെന്ന് ചോദിക്കടി. പോയി വലിയ ആഹാരം വെച്ച് കൊടുക്കാൻ നോക്ക്. മനസ്സും ശരീരവും പൊരിഞ്ഞു വന്നിരിക്കാൻ ചെറുക്കൻ. അവനോടൊന്നും ചോദിക്കാതിരുന്നാൽ എങ്ങനെയാ? അതിനൊക്കെ സമയമില്ലേ? എന്താ ഇവിടെ അവസാനിക്കാൻ പോവുക? ഇയാളെ അപ്പം കൊടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. എന്നേക്കാൾ വിവരവും ലോപിടിച്ചും ഒക്കെ ഉള്ളവനാണ് നീ. ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല മോനെ. മറ്റൊരു ജീവിതം ഇവിടുന്ന് ആരംഭിക്കുകയാണ്. പേരും പെരുമയൊക്കെ പോയതുപോലെ തിരിച്ചു വരണം. സമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. സമൂഹം കാഴ്ച കണ്ട് ആസ്വദിക്കുകയാണ്. ജീവിക്കേണ്ടത് നമ്മളാ. വഴി അവസാനിച്ചിട്ടില്ല മോനെ. വഴി വിലങ്ങുമ്പോൾ വഴി തിരുവോലും തരണം. അപ്പൻ അദ്ദേഹത്തോട് ചോദിക്കാൻ മേലായിരുന്നോ ഭാവി കാര്യങ്ങളെ പറ്റി? പിന്നെ ഭാവി കാര്യങ്ങളെ പറ്റി ചോദിക്കാൻ അവനെന്താ ജോത്സ്യന? കേസ് നടത്തിക്കൊണ്ട് പോണം. മുടങ്ങി അവന്റെ പഠിപ്പ് ഒക്കെ ഇതിന് ഒരു തീരുമാനം ഉണ്ടാകണ്ടേ? അതിനെപ്പറ്റിയൊക്കെ അവനൊരു തീരുമാനം കാണും. പിന്നെ ബ്ലസ്സിന്റെ മേലെ എപ്പോഴും കണ്ണു വേണം. വിചാരണ ശിക്ഷ ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് ചെറുക്കനെന്തെങ്കിലും അത്യാവശ്യം കാണിച്ചാലും പേടിച്ചു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തത് ആത്മഹത്യ കളിക്കുന്ന ഇപ്പോഴത്തെ കുട്ടികളുടെ രീതി. പണ്ടത്തെ കുട്ടികളുടെ മനസ്സ് അവരുടെ മുഖത്തൊന്ന് വായിച്ചെടുക്കാമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികളുടെ മുഖം പോലും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. സന്തോഷമായല്ലോ. സന്തോഷിക്കാൻ എന്താണ്? ഇവിടെ ആരാണ്ട് ലോട്ടറി അടിച്ചോ? എല്ലാവരും പറഞ്ഞു മിനിമം 3 മാസമെങ്കിലും അവൻ അകത്ത് കിടക്കുമെന്ന്. ഹാജരായതേ പേര് കേട്ടാൽ കിടങ്ങുന്ന വക്കീലാണ്. പോലീസുകാർ അവന്റെ പൂട പറിക്കുമെന്ന് പറഞ്ഞു ഓരോരുത്തന്മാര്. പറിക്കാൻ മാത്രം പൂടയൊന്നും അവന്റെ ശരീരത്തിലുണ്ടായിരുന്നല്ലോടാ. നിന്നെ ആയിരുന്നെങ്കിൽ അവർ പൂട പറിച്ചു. അതിനൊക്കെ ഒരു യോഗം വേണം വല്യപ്പച്ച. അവന്റെ സമയം നല്ലതാ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പല്ലേ സൂപ്പർ ഹിറ്റ് ആയത്. 10 സിനിമയിൽ അഭിനയിച്ചാൽ കിട്ടുമോ ഇത്ര പരസ്യം? അവനാ ഇപ്പൊ ഹീറോ. ഒരു പെണ്ണിനെ പിടിപ്പിച്ച ഹീറോയോ? എടാ കൊടുക്കാൻ നീ എന്തായി പറയണേ? കൊടുക്കാനോ? അതെ, മൂക്കിൽക്കാരും കൊടുക്കട്ടെ. ഓ എന്ന് എത്ര പെൺകുട്ടികൾ അവനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിച്ചിട്ട് പിന്നാലെ നടക്കുന്നത്. അവനല്ലേ ഹീറോ. എന്റെയൊക്കെ സമയത്ത് സ്വാതന്ത്ര്യ സമയം നയിച്ച് ബ്രിട്ടീഷുകാരന്റെ അടിമഴിക്കുന്ന മഹാത്മാഗാന്ധിയാ ഹീറോ. ഇന്ന് പെണ്ണിനെ പിടിപ്പിച്ചോണ്ട് ഹീറോ. എന്റെ വല്യപ്പച്ച, മഹാത്മാഗാന്ധിയും അവനും കൂടി കോളേജ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു വിചാരിക്കാം. ഗാന്ധിക്ക് കെട്ടി വെച്ച കാശ് കിട്ടില്ല. പെമ്പിള്ളാരുടെ മൊത്തം ഓട് നമ്മുടെ ചെറുക്കനായിരിക്കും. മൂപ്പിലകത്തുണ്ടോ? ഞാനല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഏത് മൂപ്പിലാൻ? ബ്ലസന്റെ അപ്പൻ. ഓ, അപ്പനെ വിളിക്കുന്ന പേരാണല്ലേ മൂപ്പിലാനെന്ന്. മൂപ്പിലെന്നൊക്കെ പഴയ ഭാഷ. പുതിയ കാലത്ത് വേറെ വിളികളാ. അത് ശരി. നീ നിന്റെ അപ്പനെ അമ്മ എന്താണ് വിളിക്കുന്നത്? ഞാൻ ഡാഡിയെ ശിവെന്നും വിളിക്കും, മമ്മിയെ ഷെർലിന്നും വിളിക്കും. ഷിബു, ഷെർലി. അപ്പൊ വിജയരാഘവനെ സരസ്വതി നീ അങ്ങനെ വിളിക്കുന്നത്? ഞാനെന്നല്ല, ഒരുമാതിരിപ്പെട്ട പിള്ളേരെല്ലാം ഇപ്പൊ അച്ഛനെ അമ്മയും ഷിബു, ഷെർലി എന്ന് വിളിക്കാറ്. എന്നേക്കാൾ പുരോഗമനമുള്ളവന്മാര് അച്ഛനെ ടെസ്റ്റ് എന്നും വിളിക്കും. അപ്പൊ മുത്തശ്ശന്മാരെ നീ എന്ത് വിളിക്കൂടാ? പുരാവസങ്ങളിൽ ഞങ്ങൾ പേരിട്ട് സമയം കളയാറില്ല. അതെ, പ്ലസിന്റെ അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് വക്കീൽ വന്നു. പ്ലസിന് വേണ്ടി കോടതിയിൽ ഹാജരായ വക്കീൽ 2 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് കൂട്ടിക്കൊണ്ട് പോകുന്ന ഞങ്ങള്. വലിയപ്പോ നോക്കിക്കോ, കോടതിയിൽ നിന്ന് പുല്ല് പോലെ ഇറങ്ങിപ്പോലും. വക്കീലിന് പണം കൊടുത്തത് അഡ്വാൻസ് ആണോടാ? ഞങ്ങളെ സുഹൃത്തുക്കളും കൂട്ടുകാരൊരു അക്കടി പറ്റി ഞങ്ങൾ ഉപേക്ഷിക്കുമോ? ഓ, അപ്പൊ ഇതൊരു അക്കടിയാണെന്ന് എനിക്ക് ഉറപ്പായി. ഇത് വല്ല ഒരു അക്കടിയാണോ വല്യപ്പ? സംസ്കാരമില്ലാത്ത കൊണ്ടല്ലേ അവിടെ പ്രശ്നമാക്കിയത്. കാറും 10 പുത്രമുള്ള കുടുംബത്തിൽ കൊടുത്ത പെൺപിള്ളേരാണെങ്കിലോ ഒരു പിസ്താശേക്കിലോ ഇങ്ങനെ ഞാൻ ഒരു മൊബൈൽ. ഞാൻ പ്രശ്നം കാണാൻ നിൽക്കുന്നില്ല. വക്കീൽ മൊബൈലാനെ കാണാം. അദ്ദേഹം ഒതുക്കിക്കോളൂ. ഈ ബഹളമൊക്കെ തീരണം. നമുക്കൊന്ന് കൂടണം കേട്ടോ. കൊടിച്ച് വേഷമൊക്കെ മാറിയപ്പം മനുഷ്യക്കൊലം തിരിച്ചു കിട്ടി. കുറെ കാലത്തേക്ക് നീ എങ്ങോട്ട് ഇറങ്ങണ്ട. അപ്പനും അമ്മയും വലിയവരൊക്കെ പ്രാർത്ഥനയോടെ തന്നെ കഴിയാം. പുറത്തേക്ക് നോക്ക്. കൗതുക വസ്തുവിനെ കാണാൻ നിൽക്കുന്നത് പോലെ
ആളുകൾ ഗേറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. നിൽക്കാം. ജീവിതത്തിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചപ്പോൾ ആദ്യം എത്തേണ്ടിയിരുന്നത് എന്റെ മുന്നിലേക്കായിരുന്നു. എന്നെ വിളിക്കുകയോ എന്നെ അറിയിക്കുകയോ ചെയ്യാതെ എവിടെ പോയി വിളിച്ചത്? മകൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ അത് നേരിടാനുള്ള പ്രാപ്തി എനിക്കില്ലെന്ന് വിചാരിച്ചു. സുരക്ഷിതമായി സംരക്ഷിക്കാൻ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പിതാവിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തുക്കൾ എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു പെൺകുട്ടിയുടെ ഭാവി, ജീവിതം ഒക്കെ നീ നിമിത്തം തകർക്കപ്പെട്ടു. അതിന് ലഭിക്കുന്ന ശിക്ഷ എന്തായിരിക്കുമെന്ന് വല്ല ഉറപ്പുമുണ്ടോ? ശിക്ഷിക്കപ്പെടില്ലെന്ന് വക്കീൽ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. വക്കീലല്ല ശിക്ഷിക്കുന്നത്. ഒരിക്കലും അപ്പന്റെ കോടതിയിലല്ലോ കേസ് വരുന്നത്. ന്യായാധിപസ്ഥാനം ഞാൻ രാജിവെച്ചു. പക്ഷേ മകൻ അപ്പന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. പെൺകുട്ടി പറയുന്നത് നീ കോടതിയിൽ സമ്മതിച്ചതുമൊക്കെ സത്യമാണ്. എവിടെയൊക്കെ ഞാൻ ആ കുറ്റം സമ്മതിക്കണം? കുറ്റവാളി സർവ്വചരാചരങ്ങൾക്ക് മുമ്പിലും കുറ്റം സമ്മതിക്കാൻ തയ്യാറാണ്. ഞാൻ സമ്മതിച്ചിരിക്കുന്നു. സർവചരാചരങ്ങൾക്ക് മുമ്പിലും സമ്മതിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഞാൻ ശിക്ഷിക്കപ്പെടില്ല. എന്തുകൊണ്ട്? അഡ്വക്കേറ്റ് വിശ്വംഭരൻ അങ്ങയുടെ മകന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നു. വിശ്വംഭരൻ എന്ന വാക്കിന്റെ അർത്ഥം വിശ്വം മുഴുവൻ അടക്കി വാഴുന്നവൻ എന്നതാണ്. പൊക്കം അല്പം കുറച്ചു കളഞ്ഞതേ, പക്ഷേ ബുദ്ധി വളരെ കൂടുതലെന്ന് സാറിനെ അറിയും. പലതവണ അങ്ങയുടെ ബെഞ്ചിൽ ഞാൻ വാദിച്ചു. അന്നൊക്കെ ഞാൻ ജയിച്ചിട്ടുമുണ്ട്. മകന്റെ കാര്യത്തിൽ സാർ വിഷമിക്കുന്നു. ഫീസർ അല്പം കൂടുതൽ വാങ്ങും, പക്ഷേ മകനെ ശിക്ഷിക്കില്ല. കുറ്റം ചെയ്തു എന്നവൻ എന്നോടും പോലീസിനോടും സമ്മതിച്ചിരിക്കുക. പോലീസ് സ്റ്റേഷനിലെ കുറ്റസമ്മതത്തിന് കോടതി മുറിയിൽ ഒരു വിലയുമില്ലെന്ന് ഞാൻ എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ടോ? കോടതിക്കകത്തിട്ട് രഞ്ജത് മലാനി സ്റ്റൈലിൽ 4 ചോദ്യം ഞാൻ ചോദിക്കും. അവൾ പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത് കോടതി മുറിയിലാണ്. വക്കീലെ, നിങ്ങൾ മാത്രമല്ല, വാദിക്ക് വേണ്ടി ഒരു വക്കീൽ കാണും. അതിന് ഏത് പൊന്നുമോനാണെങ്കിലും വിശ്വംഭരൻ അതൊരു പ്രശ്നമാണ്. അഡ്വക്കേറ്റ് വിശ്വംഭരൻ പണം വാങ്ങിയതും കേസേറ്റതും ജയിക്കാനാ. എന്റെ മകൻ ജയിക്കണം എന്നൊരു ദുർവാശി എനിക്കില്ല. മറിച്ച് സത്യം ജയിക്കണം എന്നൊരു നിർബന്ധമുണ്ട്. ആ വഴിയിൽ ഒരു തടസ്സമാകരുതെന്ന് കരുതിയാണ് ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ സ്ഥാനം ഞാൻ രാജിവെച്ചത്. അത് തീർത്തും വ്യക്തിപരം. സാറിന്റെ മകൻ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു. ഇന്നത്തെ കാലത്ത് അതൊരു വാർത്തയാണ്, മറിച്ച് അതൊരു സംഭവമൊന്നുമല്ല. ക്ഷമിക്കണം വിശ്വംഭരൻ, എനിക്കതൊരു സംഭവം. അതുകൊണ്ട് എന്റെ മകൻ പീഡിപ്പിച്ച പെൺകുട്ടി തോൽപ്പിക്കപ്പെടുമെന്നൊരവസ്ഥ വന്നാൽ ആ കുട്ടിക്ക് വേണ്ടി വക്കീൽ കുപ്പായമിട്ട് കോടതി മുറിയിൽ ഞാൻ ഹാജരാകും. ഇത്തരം കേസുകൾക്ക് കോടതി മുറിയിൽ പരിഹാരം ഉണ്ടാകില്ലെന്നും സമൂഹത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്ന മനുഷ്യസ്നേഹിയാണ് ഞാൻ. ബ്ലസ്സഡ്, നിന്റെ കേസ് വാദിക്കുന്നത് വിശ്വംഭരനാണ്. കോടതി മുറിയിൽ വാദിഭാഗത്തിന് വേണ്ടി നിന്റെ അപ്പനാണ് ഹാജരാകുന്നെങ്കിൽ പോലും നിന്നെ രക്ഷപ്പെടുത്തുന്ന കാര്യം ഞാനേക്കും. മറിച്ച് ഈ വീട്ടിലെ ജീവിതത്തിൽ നിന്ന് നീ രക്ഷപ്പെടും എന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. എന്തൊക്കെയായി പറയുന്നത്? നമ്മുടെ മോനെതിരായി. നമ്മുടെ മോനെതിരാകാൻ എനിക്ക് കഴിയുമ്പോൾ ഇല്ലാതെ തെറ്റ് ചെയ്തു എന്ന് അവൻ പോലീസിൽ മാത്രമല്ല എന്റെ മുന്നിൽ സമ്മതിച്ചു. നമ്മൾ അനുഭവിച്ച മാനസിക പ്രകടനത്തിന് എത്ര മടങ്ങ് വലുതായിരിക്കും ആ പെൺകുട്ടി അവളുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നത്. ഇനിയും അവരെ കോടതി മുറിയിലേക്ക് വലിച്ചിരിച്ച് ആക്ഷേപിക്കണം. അതാണോ പരിഹാരം? പിന്നെന്താണ്? അങ്ങ് പറ, അവരെന്ത് ചെയ്യണം? അവരുടെ മുന്നിൽ ചെന്ന് തല ഒലിച്ച് നിന്ന് കൊടുക്കണോ? പ്ലസന്റ് അപ്പൻ പറ, അവരനുസരിക്കും. ആ പെൺകുട്ടിയെ മിന്നുകെട്ടി സംരക്ഷിക്കും. മാധ്യമങ്ങൾക്കും സമൂഹത്തിനും അതൊരു പാഠമാണ്. വാർത്തയാക്കണം. അപ്പൻ എന്താ ഭ്രാന്തുണ്ടോ? എനിക്കും എന്റെ മകനും ഭ്രാന്തില്ലെന്ന് തെളിയിക്കാൻ. അല്ലെങ്കിൽ കോടതി മുറിയിലും ജീവിതത്തിലും എന്റെ മകൻ ശിക്ഷിക്കപ്പെടും. അതിലും നല്ലത് അപ്പൻ എന്നെ അങ്ങ് കൊല്ലുന്നതാ. ഒരാളിനെ 2 തവണ കൊല്ലാൻ കഴിയില്ല. നീ മരിച്ചു,
ഞങ്ങളുടെ മകനെ പുനർജീവിപ്പിക്കാനാണ്. അനുസരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മകനൊരു കാര്യം ചെയ്യണം, അപ്പനെയും അമ്മയും കൊല്ലണം. പീഡിപ്പിച്ച പെൺകുട്ടിയെ വിവാഹം ചെയ്ത് സംരക്ഷിക്കുന്നിടത്തെ നീ അൽഫോൺസിന്റെയും ലീലാമ്മയുടെയും മകനാണ്. അതെ, കാശുള്ളവന്റെ വീട്ടിലെ കൊച്ചായിരുന്നെങ്കിലേ ഇങ്ങനെ അന്ധകരണം കാണിക്കാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? അയ്യപ്പനും രാജമ്മയും കൂലിപ്പണി ചെയ്തും പാത്രം മോറിയുമല്ലേ ജീവിക്കുന്നത്. ചോദിക്കാനും പറയാനും ആരെങ്കിലും ഉണ്ടോ നമുക്ക്? ആർക്ക് എന്തായിക്കൂടാ? പെണ്ണ് എഞ്ചിനീയറായി മടങ്ങി വരുമെന്നും പറഞ്ഞേ അച്ഛനും അമ്മയും വലിയ കലത്തിൽ വെള്ളവും വെച്ച് കാത്തിരുന്നതാ. കഴിക്കാൻ കർമ്മം വേണോടി, മക്കളെ കൊണ്ട് അനുഭവിക്കാൻ യോഗം വേണം. കർമാദോഷി ഇരുന്നോണ്ട് പിച്ചുമ്പയി പറയാം. ദേ മനുഷ്യ, ആണാണെന്ന് പറഞ്ഞ് നടന്നാ പോരാ. ജഡ്ജിയുടെ അല്ല മൈസേട്ടിന്റെ മോനാണെങ്കിൽ പോലും അവന്റെ ഒക്കെ തല എടുത്തോണ്ട് വരണമായിരുന്നു. അതെങ്ങനെ വീട്ടിൽ മൂച്ച് കാണിക്കാൻ അല്ലാതെ ഇയാളെ കൊണ്ട് പിന്നെ എന്നാത്തിന് കൊള്ളാം. നീ സമ്മതിക്കരുത്, മൂക്കമ്മട്ടേക്ക് തന്നാലുണ്ടല്ലോ. അതിനേ കൊള്ളത്തുള്ളൂ മനുഷ്യ, നിങ്ങളെ കൊണ്ട് അതിനേ കൊള്ളത്തുള്ളൂ. ഈ കൊച്ചിനെ ഇങ്ങനെ എത്തിയാ മതിയോ? പിന്നെ ഞാനെന്താ വേണ്ട പണി? തോളെ വെച്ച് നടക്കണോ? കോളേജിൽ വെച്ച് ആമ്പിളേരെ പീഡിപ്പിച്ച പെണ്ണ നാട്ടുകാരെ കണ്ടോ എന്ന് പറഞ്ഞ് കുറെ ദിവസമായിട്ട് എനിക്ക് സമാധാനം തരുന്നുണ്ടോ? നാട്ടിലും വീട്ടിലും സമാധാനമില്ല. വേറെ ചെയ്ത് 10 പൈസ കയ്യിൽ കിട്ടിയിട്ട് മാസം ഒന്നായി. ഈ പെൺകൊച്ചിനെ ഇങ്ങനെ ഇരുത്തിയാ മതിയോന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. വേറെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ട സൗകര്യം ചെയ്തു തരാമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. മക്കള് പറ, അച്ഛൻ ഇനി എന്താ ചെയ്യേണ്ടത്? ആരെയാ പോയി കാണേണ്ടത്? പാർട്ടിക്കാരും പഞ്ചായത്തും ഒക്കെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? കൊച്ചിനെ ഏത് കോളേജിലാ ഇനി വിടേണ്ടതെന്ന് നിങ്ങൾ ആ വർഗീസ് സാറിനോടൊന്ന് ചോദിക്കേ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാലേ അതുപോലെ ചെയ്യാം നമുക്ക്. അതിന് കൊച്ചെന്തെങ്കിലും മാതൃന്ന് പറയണ്ടായോടി? എടി കൊച്ചേ, ഞങ്ങളെ ആദ്യം വിളിപ്പിച്ച് കൊല്ലണം നീ. ഞാനിനി പഠിക്കുന്നില്ല, എനിക്കിനി പഠിക്കണ്ട. എവിടുന്നെങ്കിലും ഇത്തിരി കുണ്ടാൻ വാങ്ങിച്ചോണ്ട് പോവാ മനുഷ്യ. ഈ പെണ്ണിനെ കൊടുത്ത് നമുക്ക് തിന്നങ്ങ് ചാകാമെന്നേ. അല്ല പിന്നെ ആൾക്കാരുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കണം? ഒരു വിചിത്ര ജന്തുവിനെ കാണുന്നത് പോലെ സമൂഹം എന്നെ നോക്കുന്നത്. എങ്ങോട്ട് തിരിഞ്ഞാലും കാണാൻ ആള് കൂടുക, ദഹിച്ചു പോവുക. ഇപ്പോൾ സമൂഹത്തോട് നമുക്ക് പറയാൻ നോക്കുമോ മക്കളെ, നിന്നെ നോക്കരുതെന്നൊക്കെ? എനിക്ക് കഴിയില്ല, ഞാൻ ഇവിടെ എങ്ങാനും ഇരുന്നോണം. നീ ഇങ്ങനെ എത്ര കാലം ഇരുട്ടത്തൊളിച്ചിരിക്കും കൊച്ചേ? അച്ഛനും അമ്മയും വിശന്നൊക്കെ കൊല്ലുന്നത് വരെ. ദേ വരുന്നു, മുറിച്ചിട്ടിട്ട് പോയ കമ്പയെ മുറി കൂടി കാണും. സുമാരന്റെ മരുമോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നല്ലോ എന്ന് ചോദിക്കുന്നവരാ എല്ലാവരും. സംഭവം കേട്ട ഉടനെ സുലോചന ബോധം കിട്ടി. സുമാരനടിയെ പ്രാഗീത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് തെറ്റിദ്ധരിക്കുമോ എന്നായിരുന്നു എനിക്കൊരു പേടി. ഇങ്ങനൊന്നും സംഭവിക്കാതിരിക്കാനാ അന്ന് ഞാൻ പറഞ്ഞത് ഈ പൊല്ലാപ്പിനൊന്നും വിടണ്ട. അതെങ്ങനെ പെൺകൊച്ചിനെ എഞ്ചിനീയറാക്കിയേ അടങ്ങത്തുള്ളൂ എന്ന് അച്ഛനും അമ്മയും വിചാരിച്ചാൽ? വിവരമുള്ള നാട്ടുകാർ പറയുന്നത് എന്താണെന്നോ? എഞ്ചിനീയറിംഗിന് വിട്ടത് കൊണ്ട് ഇങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടി. ഡോക്ടറാക്കാൻ വിട്ടിരുന്നെങ്കിൽ എല്ലും എലുമ്പും പോലും തിരിച്ചു കിട്ടില്ലായിരുന്നു. കൊച്ചെന്തി? അവളകത്തുണ്ട്. ഇനി ഈ കൊച്ചിന്റെ ഗതി എന്താ? തലയ്ക്ക് സ്ഥിരതയുള്ള ആരെങ്കിലും കല്യാണം കഴിക്കുമോ? സുമാര, അഥവാ ഒരാലോചന വന്നാൽ നാട്ടുകാർ വെറുതെ ഇരിക്കുമോ? പീഡനമെന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്റെ അളിയ നിസ്സാര കാര്യമാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് ഞങ്ങളെ മനപ്രയാസപ്പെടുത്താനാണോ സുമാരനളി ഇങ്ങോട്ട് വന്നേക്കുന്നത്? ഞാൻ വന്നത് ഓമനക്കുട്ടൻ ഒരു ആലോചന
അച്ഛനും അമ്മയും ബോധിച്ച ഒരു പെണ്ണിനെ കണ്ടുവെക്കുന്ന അവൻ എഴുതിയില്ല. ഒരാലോചന ഒത്തു വന്നളിയാൻ. നല്ല കുടുംബക്കാരൻ. വരിക്കൽപ്രാവിന്റെ വടക്കേൽ ഗംഗാധരന്റെ മോള് സുമ TTC കഴിഞ്ഞതാ. ഇപ്പോൾ തന്നെ അവൻ പിള്ളേരെ പഠിപ്പിച്ച് 4 കാശുണ്ടാക്കുന്നു. അവന് നന്നായിട്ട് ഇണങ്ങും. അവനവന്റെ കൊക്കിനൊത്തതല്ലേ കയറി കൊത്താവും. പട്ടാളക്കാരനല്ലേ, എഞ്ചിനീയറിംഗ് ഡോക്ടറെ ഒക്കെ നോക്കിയിട്ട് കാര്യമുള്ളൂ. ഞായറാഴ്ച വാക്കുറപ്പീര നിങ്ങൾ വരണം. കൊലച്ചതിയാളിയെ നിങ്ങൾ ഞങ്ങളോട് കാണിച്ചത്. കൊലച്ചതി ഈ നെഞ്ചത്തിട്ട് വളർത്തിയ കൊച്ച. വയസ്സുകാലത്ത് ചുമച്ചും കുറച്ചും വീട്ടുവിട്ടിരിക്കുമ്പോ ചൂടുവെള്ളം തരേണ്ട കൊച്ചാണല്ലോ എന്ന് കരുതി വളർത്തിയതാ. എന്നിട്ടിപ്പം സുമാരൻ പറഞ്ഞാ കേൾക്കുമോ? സുമാരൻ മീൻ കച്ചവടക്കാരനല്ലേ, വിവരമില്ലാത്തവൻ. അനുഭവിച്ചോ? സുമാരനെ കൊണ്ട് ഇത്രേ പറ്റും, അതിനപ്പുറമൊന്നും അവനെ കൊണ്ട് പറ്റില്ല. നമ്മൾ ഇനി എന്ത് ചെയ്യും പ്രിയടച്ച? ഉറുമ്പാണോടി ഞെരടിച്ചാകാൻ? ജീവിച്ചല്ലേ പറ്റൂ. ഈ TV-ക്കാരെയും പത്രക്കാരെയും കൊണ്ട് തോറ്റു. മറ്റുള്ളവരുടെ വേദനയും കണ്ണീരുമൊക്കെയാ അവരുടെ വയറ്റിപ്പാട്. ഏത് TV-ക്കാരാണെങ്കിലും ഇനി പെണ്ണിനെ പുറത്തേക്ക് വിളിക്കുന്നില്ല. എപ്പോഴും ഫോട്ടോ പിടിച്ചാലേ അത് ശരീരത്തിന് കേടാ. സഹായിച്ച് മനുഷ്യന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടായി. എന്നെ മനസ്സിലായില്ലല്ലേ? അഡ്വക്കേറ്റ് വിശ്വപൻ, പ്ലസന്റ് വക്കീല. മോൾ അകത്തുണ്ടോ? ഒന്ന് വിളിക്കാം. എനിക്ക് വളരെ ഗൗരവമായി ചില കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു പാവപ്പെട്ടവന്റെ ജീവിതത്തെ ഇതിൽ കൂടുതൽ എങ്ങനെ ഗുണപ്പെടുത്താൻ പറ്റും സാറേ? മോളെ ഒന്ന് വിളിക്കാം. കൂലിപ്പണിക്കാരനല്ലേ? ഞാനും ഭാര്യയും കൂലിപ്പണിക്ക് പോകും. മോളെ എഞ്ചിനീയറിംഗിന് വിട്ട നിങ്ങളുടെ ധൈര്യം അപാരം. എന്റെ മോന് മെഡിസിനിൽ അഡ്മിഷൻ വാങ്ങിയത് 75 ലക്ഷം കൊടുത്ത. ഒരു മോൾ എഞ്ചിനീയറിംഗിന് ചില്ലറ പണമാണോ പൊടിയുന്നത്? കാശില്ലാത്തവനൊക്കെ പറ്റിയ പണിയാണോ ഇതൊക്കെ? പണമുണ്ടായിട്ടല്ല സാറേ, തൊഴിലെടുത്തോ തെണ്ടിയോ അവളെ ഒരു കരക്കെത്തിക്കണമെന്നായിരുന്നു മോഹം. പക്ഷേ ദൈവം പൊറുക്കില്ല. അയ്യപ്പ, ഒന്നും മനപ്പുറമല്ല. ഇതൊക്കെ അത്ര ഗൗരവമായിട്ട് എടുത്ത അത് അപകടമാണ്. ഒരു പിള്ളേർ കളിയായി തള്ളിക്കളയണം. എങ്കിലേ ഈ വന്ന കാലത്ത് ജീവിക്കാൻ നോക്കൂ. പ്രായപൂർത്തിയായ പെൺകുട്ടിയെ ബലം പ്രയോഗിച്ച് മാനം കെടുത്തതാണോ പിള്ളേടി? ഈ മാനമെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഇടിഞ്ഞു വീഴുന്ന ഒന്നാണ്. അതൊക്കെ സുരക്ഷിതമായി അവിടെ തന്നെ ഉണ്ട്. മോള് പഠിക്കാൻ ഇടിക്കുക, അത്യാവശ്യം വിവരമുള്ള കുട്ടിയല്ലേ? വക്കീല് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയും. മോൾ ശ്രദ്ധിച്ച് കേൾക്കണം. മോളെ ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പഠിപ്പ് മുടങ്ങി, അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. കാശില്ലാത്തവരൊക്കെ പഠിച്ചിട്ടെന്താ കാര്യം? മോളോട് എനിക്ക് ഒന്നേ പറയാൻ, അയ്യൻകോവിൽ ആറ്റിൽ നന്നായിട്ടൊന്ന് മുങ്ങിക്കുളിച്ച മാറാത്തത് എന്താ? എല്ലാം മാറും. മറക്കണം, മറന്നേ ഒക്കൂ. സമൂഹം മറക്കുമോ? സമൂഹത്തിനെപ്പോഴും ഒരു വേട്ടക്കാരന്റെ മനസ്സ്. ഇര വീഴുന്നത് കണ്ട് കൈകൊട്ടുകയും ചിരിക്കുകയും ചെയ്യുന്ന മനസ്സ്. ജീവിക്കേണ്ടത് ആരാ? നമ്മളും. ഏതായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു. ഒരു പരിഹാരം വേണമല്ലോ നമുക്ക്. കേസും വഴക്കുമായി കോടതിയിൽ പോയാൽ കാഴ്ച കണ്ടവരും കൈയടിച്ചവരും ഒപ്പം നിൽക്കുന്നവരും ഒന്നും കാണില്ല. ഒറ്റയ്ക്കാകുമോള്. യഥാർത്ഥത്തിൽ പീഡനം നടക്കുക കോടതി മുറിയിലായി. അവിടെ വെച്ച് എന്റെ മോളോട് ഞാൻ എന്തൊക്കെ ചോദിക്കുമെന്ന് ഇപ്പൊ പറയാൻ ഒക്കത്തില്ല. ഈ കാണുന്ന മുഖമൊന്നും ആയിരിക്കില്ല, ശബ്ദവും ഇതായിരിക്കില്ല എനിക്കവിടെ. നിന്റെ കൊച്ചു മനസ്സിന് താങ്ങാൻ പറ്റില്ല കുഞ്ഞെ അതൊന്നും. അതുകൊണ്ട് നമുക്ക് കോടതിക്കും പോലീസിനും ഒക്കെ വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കാം.
പറയുന്നത്? എന്താ പരിഹാരം എന്നാ? എന്റെ മോളോട് ഈ അക്രമം കാണിച്ചിട്ടേ എന്താ പരിഹാരമാ? നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല. ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. ഈ മോൾക്ക് ഒരു ഭാവി ഉണ്ടാകും. അതോ എന്നും ഇങ്ങനെ പത്രത്തിലും ടിവിയിലും ഒക്കെ പീഡിപ്പിച്ച് എന്ന വാർത്തയും പടവും വന്നാൽ മതിയോ? അതാർക്കാ ദോഷം? ആവശ്യമുള്ള പണം ഞാൻ വാങ്ങുന്നു. ചെറുക്കൻ്റെ കൂട്ടുകാരൊക്കെ വലിയ കോടീശ്വരന്മാർ. അവർ സഹായിക്കും. ആവശ്യപ്പെടുന്ന പണത്തിൽ പെണ്ണിനെ ചുവടുള്ള ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുക്കുകയും ചെയ്യും. ചോദിക്കുന്ന പൊന്നും പണവും ഒക്കെ കൊടുക്കാമെന്ന്. ബാക്കി കാശിന് ഈ വീടും ഒക്കെ ഒന്ന് നന്നാക്കി സ്വസ്ഥമായിട്ട് ജീവിക്കും. എന്തുമാത്രം പണം തരും ഞങ്ങൾക്ക്? അച്ഛാ, മക്കളും മിണ്ടാതിരി. ബുദ്ധിയുള്ളവര് ഓരോന്ന് പറയുമ്പോ എത്ര പണം എന്ന് ചോദിച്ചാൽ അതൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിച്ചു. എനിക്കെങ്ങനെയെങ്കിലും ഈ കേസും വഴക്കും ഒക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ. ഒരു പെൺകുട്ടിയുടെ ജീവിതമാ ഈ പോലീസും ടി വിക്കാരും ഒക്കെ ഇട്ടി തട്ടിക്കളിക്കുന്നത്. ആരോടാ സാറേ ചോദിക്കേണ്ടത്? കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ചെറുക്കൻ എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അവനോട് നേരിട്ട് ചോദിച്ചു. ഇതിലൊന്നും ഇടനിലക്കാര് വേണ്ട എന്നാ. മടുത്തു സാറേ. എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന ആഗ്രഹം. തീർത്തോ? ആർക്കാ പ്രശ്നം? എടാ മോനെ ബ്ലസ്സൻ, ഇറങ്ങി പാടാ ഇങ്ങോട്ട്. ധൈര്യമായിട്ട് പോന്നു. ഒക്കെ ഈ വക്കീല് പറഞ്ഞ് സെറ്റിലാക്കിയിടാ. ധൈര്യമായിട്ട് വാ. ഈ പാവങ്ങൾ ചോദിക്കുന്ന കാശ് എന്താന്ന് വെച്ചാ അങ്ങ് കൊടുത്ത പ്രശ്നം തീർത്തു. അയ്യപ്പാ, മോടെ മാനത്തിന് ഞാൻ എന്ത് വില ചോദിക്കണടാ? ഇവരുടെ സ്ഥാനത്ത് നിന്റെ മോളായിരുന്നെങ്കിൽ നീ എന്ത് വില ചോദിക്കുമായിരുന്നു? ശരീരത്ത് കറുത്ത് ഉണങ്ങിട്ടെന്ന് കരുതി നിന്റെയൊക്കെ മനസ്സ് കറുത്തു പോയടാ, നാണമില്ലാത്തവനെ. മര്യാദയോട് പറഞ്ഞാലുണ്ടല്ലോ. ഇവനെ കാത്തിരിക്കുവായിരുന്നു അയ്യപ്പൻ. ഇവനെ കൊണ്ടുതന്നതിന് ഈ തന്നത് കൂടാതെ എന്തെങ്കിലും വേണമെങ്കിൽ ചോദിക്കും, തരാം. ഇവനെ ഞങ്ങൾക്ക് വേണം. എന്റെ മോടെ ജീവിതം തകർത്ത് ഇവനെ ഞങ്ങൾക്ക് വേണം. ഞങ്ങളുടെ ജീവിതമാണ് ഇവിടെ കരുതിൽ കത്തിത്തിരുന്നത്. അയ്യപ്പാ, ചെറുക്കനെ വിടാൻ. വക്കീലേ, വേണ്ട. വാദിച്ച് ജീവിക്കുന്നവനല്ല, വേല ചെയ്ത് ജീവിക്കുന്നവനാ ഞാൻ. ഒരടി കൂടി എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ പിന്നെ നിന്നെ ചുമന്നോണ്ട് പോകേണ്ടി വരും. ഇറങ്ങടാ നാണം കേട്ടവനെ. ഈശ്വരൻ എത്തിച്ചതാ നിന്നെ എന്റെ മുന്നിൽ. രാജമേ, ആ മണനെ കൊണ്ട് എടുക്കടി. എടുത്തോണ്ടു വാടി. ഇവന്റെ തലയിൽ മണ്ണെണ്ണ ഒഴുക്കി ഞാൻ. എന്റെ മോള് ഇവന് തീ കൊടുക്കും. അയ്യപ്പന്റെ സ്വപ്നങ്ങൾ കത്തിച്ചു കളഞ്ഞ ഇവന്റെ ജീവിതത്തെ നമ്മൾ കത്തിച്ചു കളയുന്നു. അയ്യപ്പ, കത്തിച്ചു കളയാനാണ് തീരുമാനം. അവനെ ഒറ്റയ്ക്ക് കത്തിക്കണ്ട. ഞങ്ങളും നിന്ന് തരാം. ഇങ്ങനെ ഒരു ശാപത്തിന് ജന്മം നൽകി വിട്ടത്, പോറ്റി വിട്ടത്, സ്നേഹിച്ച് വിട്ടത് ഞങ്ങളെ കൂടി കത്തിക്കുക. നിങ്ങൾ പറഞ്ഞിട്ടാണോ ഇവനെന്റെ മോളെ മാനത്തിന് വില പറയാൻ വന്നത്? എത്ര പണം വാങ്ങണം ഞാൻ? പറ. താൻ വലിയ ഗതിയല്ലേ? ഇങ്ങനൊരു പെൺകുട്ടിയുടെ മാനത്തിന് എന്തു വില നീ ചെയ്യാം? പോക്കുവെയിൽ പേക്കോലങ്ങളെ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്റെ ഭാര്യയും മകളും? വില തരണ്ട. ഇത് ഞങ്ങളുടെ തലയിലോട്ട് ഒഴിച്ച് തീ കൊളുത്തി തീർക്കൂ. എന്താ അമ്മയൊന്നും പറയാത്തെ? എന്റെ മോടെ കണ്ണീരിന് മുന്നിൽ ഈ അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? നാണം കെട്ടവനെ, നീ എങ്ങനെ എന്റെ മകനായി? ജന്മം തന്ന മാതൃത്വം പോലെ നാണിക്കുക. നിൽക്കൂ. അപ്പൻ ഒരു കൂട്ടം പറഞ്ഞിരുന്നു നിന്നോട്. നീ നിമിത്തം ജീവിതം തകർന്നു പോയ ഈ കുട്ടിയെ സ്വീകരിക്കണമെന്ന്. എന്താ നീ ഒന്നും പറയാത്തത്? അതിന് സമ്മതമല്ലെങ്കിൽ പറ. ഇല്ല, എനിക്ക് എന്റെ കൂട്ടുകാരുമായി ഒന്ന് ആലോചിക്കാനുണ്ട്. മാതാപിതാക്കൾ വലിയ കൂട്ടുകാർ. നിന്നെ ഇതുവരെ എത്തിച്ച മാതാപിതാക്കൾക്കപ്പുറം കൂട്ടുകാരുമായി ആലോചിക്കാൻ ഒരു തീരുമാനമെങ്കിൽ ഈ മണ്ണെണ്ണ ഞങ്ങളുടെ തലയിൽ ഒഴിച്ച് തീ കൊടുക്കണം. എന്നിട്ട്
ഞങ്ങളുടെ ശവമടക്കം കൂടി കഴിഞ്ഞിട്ടേ നീ നിന്റെ കൂട്ടുകാരുമായി ആലോചിക്കാൻ പോകുന്നു. അയ്യപ്പ, ഞങ്ങളുടെ തീരുമാനം ഇതാ. അയ്യമോളെ ബ്ലസ്സൻ വിവാഹം ചെയ്യാം. സമൂഹത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് ഇതൊരു പാഠമാണ്. ഇവൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ വന്ന വാർത്തയേക്കാൾ അധികമായി ആ വിവാഹം വാർത്തയിൽ നിറയണം. എന്തു പറയും? ഞങ്ങൾ എന്ത് വിശ്വസിച്ച് എങ്ങനെ ഇതിന് സമ്മതിക്കണം? മാനം കെട്ട പെൺകുട്ടിക്ക് വേണ്ടി മാനം കെടുത്തിയുടെ പിതാവെടുക്കുന്ന തീരുമാനമാണിത്. പരിഹാരം സമൂഹത്തിന് പാഠമാകേണ്ട പരിഹാരം. ബ്ലസ്സി, ഈ മാതാപിതാക്കളുടെ പാദം തൊട്ട് തെറ്റേറ്റ് പറഞ്ഞ് പെണ്ണ് ചോദിക്കണം. മോളിങ്ങോ വന്നേ പ്രിയ. ഇനി നീ ഞങ്ങളുടെ മകളാ, ബ്ലസ്സിയുടെ പെണ്ണും. നിന്റെ വിവാഹവിശേഷം 1 മണിക്കൂർ പ്രോഗ്രാമായിരുന്നു. ഇന്ത്യ വിഷയം ധീരമായ തീരുമാനമെന്നും മാതൃകാപരമായ തീരുമാനമെന്നുമൊക്കെയാണ് മാധ്യമങ്ങൾ പറഞ്ഞത്. ഇതിൽ നിന്നും ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നല്ലതെന്ന് കേൾപ്പിക്കാനും ഒരു നിമിഷം മതി. അപ്പോൾ വക്കീലും അനീഷുമൊക്കെ ഇറങ്ങിയല്ലേ? ഇവന്റെ ഭാര്യ പ്രിയ അകത്ത് കാത്തിരിക്കുന്നു. ശരി ശരി, ഞങ്ങൾ പോയേക്കാം. ബ്ലസി, ഓക്കെ, ഗുഡ് നൈറ്റ്. നീ മദ്യപിക്കുന്നു. ഒരു വ്യക്തിയെ മനസ്സിലാക്കാൻ അവന്റെ ചുറ്റും നിൽക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മതിയെന്ന് പഴമക്കാർ പറയും. മകരന്റെ ആത്മാവിലാണ് വളരുന്നത് എന്ന് ഞാൻ വിശ്വസിച്ചു, തെറ്റിദ്ധരിച്ചു. ഞാൻ വളർന്ന വിവരം അപ്പൻ അറിഞ്ഞില്ല. അതെന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മകൻ ഇത്രത്തോളം തരം താഴേണ്ടിയിരുന്നില്ല. കർമ്മമാണ് മനുഷ്യനെ മാന്യനും മഹാനുമാക്കുന്നത്. ഇന്നലെകളിൽ നിന്നും വ്യത്യസ്തമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് എൻ്റെ മകൻ പ്രവേശിക്കുന്നു. ദൈവം കരം പിടിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. എന്തു പ്രതീക്ഷയോടെയാ, എന്തു ശുഭാപ്തി വിശ്വാസത്തോടെയാ നീ എൻ്റെ ജീവിതത്തിലേക്ക് വലങ്കാൽ വെച്ച് കടന്നു വന്നത്. ഇങ്ങനെ ഒരു നിമിഷമോ അവസ്ഥയോ നീ പ്രതീക്ഷിച്ചോ? നിനക്ക് നാവുണ്ടോ? നീ ചോദിച്ചത് കേട്ടോ? നീ ഇതിനു വേണ്ടി ആയിരുന്നോ നീ എന്നെ? ആരാരെയാണ് ഈ പീഡിപ്പിച്ചത്? കരയരുത്. ഇന്ന് നമ്മുടെ ആദ്യരാത്രിയാണ്. ഇപ്പോൾ നമ്മൾ ശത്രുക്കളല്ല, ഭാര്യ ഭർത്താക്കന്മാരാ. പക്ഷേ എനിക്കിന്ന് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാനുണ്ട്. എന്തിനായിരുന്നു നീ എന്നെ ഇങ്ങനെ ശിക്ഷിച്ചത്? നീ പോലീസിൽ എന്തിനാ അങ്ങനെ ഒരു മൊഴി കൊടുത്തു? ബ്ലസ്സൻ ചെയ്യാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നീ പീഡിപ്പിക്കപ്പെട്ടുവെന്നും നിന്റെ സ്ത്രീത്വം ആക്രമിക്കപ്പെട്ടുവെന്നും നിന്നെ പരിചരിച്ച ഡോക്ടർമാരും പോലീസിന് മൊഴി നൽകി. സത്യമാണോ അത്? കളവായി അങ്ങനെ പറയേണ്ട കാര്യമെന്താ? സത്യമാണത്. നിങ്ങൾ എന്നോട് കാട്ടിയ ക്രൂരതയാണത്. ഇല്ല ഇല്ല, ഞാൻ അത് ചെയ്തിട്ടില്ല. നിങ്ങളാണ് അവിടേക്ക് എന്നെ വിളിപ്പിച്ചത്. ബലമായി എന്നെ കടന്നു പിടിച്ചതും ആക്രമിച്ചതും മുഖത്തടിച്ചതും എന്റെ മൂക്കിലേക്ക് എന്തോ പൊടി ഊതിക്കഴിച്ചതും നിങ്ങളാണ്. ബോധം മറഞ്ഞ എന്നെ നിങ്ങൾ നിന്നെ വിളിച്ചു വരുത്തി ബലമായി കടന്നു പിടിച്ചു, തല്ലി പൊടി വാരിയിട്ടവരും. പക്ഷേ നീ ബോധമറ്റ് വീണപ്പോൾ സത്യം ഞാൻ ഭയന്ന് ഓടിപ്പോയി. പിന്നെ ആരാ അത് ചെയ്തത്? അതാ ഞാനും ചോദിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടവനാ ഞാൻ. പോലീസിന്റെ, സമൂഹത്തിന്റെ, മാതാപിതാക്കളുടെ. ഇനി പറ, അല്ലെങ്കിൽ നീ തീരുമാനിക്ക. ഇങ്ങനെ ഒരു വേസ്റ്റ് ഞാൻ എന്റെ തലയിൽ ചുമക്കണോ? പറയണി. എന്താ എന്താ മോളെ, എന്താ നീ? കഴിയുമെങ്കിൽ ഈ രാത്രി തന്നെ എന്നെ
എന്താ കുഞ്ഞെ നീ പറയുന്നത്? എന്താ മനസ്സിലായില്ലേ? അവളെ അവളുടെ വീട്ടിൽ കൊണ്ടുവിടാൻ. ബ്ലസ്സി, അപ്പന് ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാൻ കൊണ്ടുവിടാം. അതിനു വേണ്ടി ആയിരുന്നില്ല. സമൂഹ മനസാക്ഷിയെ സാക്ഷി നിർത്തി നീ ഇവളുടെ കഴുത്തിൽ മിന്നു കെട്ടിയോ? ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിച്ചിട്ട്. ഭീഷണി? പിതാവെന്ന അവകാശം ഉപയോഗിച്ച് സ്നേഹത്തോടെ ഞാൻ ജീവിച്ചതാണ്. ഇപ്പോൾ എന്താ ഉണ്ടായത്? പറ. അന്യന്റെ വീട്ടിൽ ഞാൻ ചുമക്കണോ? ഇവളെ ഞാൻ പീഡിപ്പിച്ചിട്ടില്ല. മര്യാദകൾ പറയും. അവൾ പീഡിപ്പിക്കപ്പെട്ടുവെന്ന് മെഡിക്കൽ സയൻസ് സാക്ഷ്യപ്പെടുത്തി. എന്നിട്ട് നീ ഇവളെ വിളിച്ചു വരുത്തിയതും മർദ്ദിച്ചതും ഞാനുള്ള പൊടിയിട്ടതൊക്കെ ശരിയാ. ബോധമറ്റ് വീണ ഇവളുടെ മുന്നിൽ നിന്നും ഭയന്ന് ഓടി ഒളിച്ചവനാ ഞാൻ ഇവളെ ഉപദ്രവിച്ചിട്ടില്ല. പീഡിപ്പിച്ചു എന്ന് പറയുന്നത് വെറും കളവാണെന്ന് ഞാൻ വിചാരിച്ചു. അത് സത്യമാണെങ്കിൽ ഈ വിഴുപ്പ് എന്റെ തലയിൽ കെട്ടിയേൽപ്പിക്കണോ? അത് സത്യമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസിൽ കുറ്റം സമ്മതിച്ചത്? നീ എന്തിന് കോടതിയിൽ കുറ്റം സമ്മതിച്ചു? മുഖത്ത് നോക്കി ഞാൻ ചോദിച്ചപ്പോൾ നീ എന്നോട് എന്തിന് കുറ്റം സമ്മതിച്ചു? അത് ഞാൻ വെറുതെ കുറ്റസമ്മതം നടത്തിയത്. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? തമാശയ്ക്ക് കുറ്റം സമ്മതിക്കാൻ. ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നു? പറയടാ, ആരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന്. ഒരിക്കലും നമ്മുടെ ഈ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആയിരുന്നില്ല. ഈ പാവപ്പെട്ട പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നോ? പിന്നെ എന്തിന്? പോലീസിന് കീഴടങ്ങുമ്പോൾ എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു കുറ്റം സമ്മതിച്ചേക്കും, ഇല്ലെങ്കിൽ പോലീസ് ഉപദ്രവിക്കും, ബാക്കിയൊക്കെ അവരേറ്റെന്ന്. ഏറ്റുപോയി. ഏറ്റു പറഞ്ഞു പിന്നെ എന്റെ കുഞ്ഞെ, ഈ പെൺകുട്ടി ലോകത്തിന് മുമ്പിൽ പരിഹസിക്കപ്പെട്ട് നിന്നപ്പോ നിന്റെ കൂട്ടുകാരിൽ എവിടെ? എടാ, ഏത് പെണ്ണിനെയും ബഹുമാനത്തോടെ കാണുന്നവരെ സ്വന്തം അമ്മ എന്ന സ്ത്രീയെ ബഹുമാനിക്കാൻ കഴിയൂ. കുറ്റാരോപിതനായ മകൻ ആദ്യം എന്റെ മുന്നിലെത്തി സത്യം തുറന്നു പറഞ്ഞിരുന്നില്ല. നീയും നീ പറയുന്ന സത്യവുമായി നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തില്ലായിരുന്നു. യഥാർത്ഥ കുറ്റവാളി പിടിക്കപ്പെടില്ലായിരുന്നു. സ്വന്തം മാതാപിതാക്കളെക്കാൾ വലുതാണ് കൂട്ടുകാരെന്ന് വിശ്വസിച്ച് നീ അവരുടെ സങ്കേതത്തിൽ ഒളിച്ചു. അവർ പറഞ്ഞതനുസരിച്ച് സ്വയം കുറ്റവാളിയായി, തെമ്മാടിയായി സമൂഹത്തിന് മുന്നിൽ ഇറങ്ങി നിന്നു. നഷ്ടപ്പെട്ട മാന്യത, വിണ്ടുകീറിയ മുറിവ് എങ്ങനെ വീണ്ടെടുക്കാമെന്നും തുന്നിക്കെട്ടാമെന്നും ആലോചിച്ച് എന്നെയും എന്റെ മകനെയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നീക്കി നിർത്തിയതാ ഞാൻ. എന്നിട്ടിപ്പോ വലംകാലം വെച്ച് വന്നു കയറിയ ജീവിതത്തെ വിചാരണ ചെയ്ത് വികൃതമാക്കുന്നു. ഈ മകൾ പീഡിപ്പിക്കപ്പെട്ടുവെങ്കിൽ അതിന് കാരണക്കാരൻ നീയാണ്, നീ മാത്രം. അല്ല അല്ല അല്ല, എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്ക് സ്വീകരിക്കാൻ കഴിയില്ല. ഞാൻ കെട്ടിയ പിന്നടിച്ച് ഇവളെ മോചിപ്പിച്ചേക്കാം. എടാ, ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഞങ്ങൾ തെരഞ്ഞെടുത്തതാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യും, അമ്മ അനുവദിക്കുകയാണെങ്കിൽ അവളെ കൂടി അപ്പനങ്ങ് നിർത്തിക്കോ. തൊട്ടുപോകരുത് തന്നെ. വാ, വന്ന് വണ്ടിയിലോട്ട് കയറി. എന്താ റെഡിയായില്ലേ? ഞാൻ വരുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാനുള്ള മൂഡിലല്ല ഞാൻ. ഈയിടെ വയസ്സായി കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന ഒരു മുതുക്കൻ ജനം. നീ ഇങ്ങനെ സങ്കടപ്പെട്ടാലോ? വല്യപ്പച്ചന്റെ മരണാനന്തര ചടങ്ങുകൾ കഴിഞ്ഞ് വന്നവരൊക്കെ മടങ്ങുന്നതേ ഉള്ളൂ. ഞാനിപ്പോ ഇവിടുന്ന് പോയാൽ ഒരു സ്മോളൊക്കെ പിടിപ്പിച്ച് ഉഷാറായി വരാം. വാ. ഇല്ല, ഞാൻ വരുന്നില്ല. വല്യപ്പച്ചൻ മരിച്ചത് ഞാൻ നിമിത്തമാണ്. മനസ്സിന്റെ സങ്കടങ്ങൾ പെരുക
എൻ്റെ വല്യപ്പച്ചൻ. എന്നെ അടിക്കാനോങ്ങിയ അപ്പൻ്റെ കൈ ഞാൻ തടഞ്ഞപ്പോൾ എടാ അതൊക്കെ നേരത്തെ ചെയ്യേണ്ടതാണ്. ഞാനും എൻ്റെ അച്ഛനും കൂടെ കള്ളം കുടിച്ച് പഞ്ചപിടിക്കും. എൻ്റെ അപ്പനെയും അമ്മയും കൂടുതലായി എന്നെ സ്നേഹിച്ചതാ എൻ്റെ വല്യപ്പച്ചൻ. അവരറിയാതെ എനിക്ക് പണം തരുന്ന വെക്കേഷന് ഞാൻ വരുമ്പോൾ കാത്തിരിക്കുന്ന എൻ്റെ വല്യപ്പച്ചൻ. ഞാൻ കാരണമാ ഹൃദയം പൊട്ടി മരിച്ചത്. നിന്റെ സംസാരം കേട്ടാൽ തോന്നുന്നു നിനക്ക് മാത്രമേ വല്യപ്പച്ചനുള്ളൂ. എടാ ഈ അപ്പൂപ്പന്മാരൊന്നും ഒരു പരിധി കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കും, വഷളായി പോവും. എന്റെ മണിക്കൂട്ടിനെ നോക്കൂ, അതൊക്കെ നമ്മുടെ മൂപ്പിലാനും എടുക്കാം. ഇതെങ്ങും വിടാതെ വിട്ട് വളർത്തിയതും പോരാ, ഇപ്പൊ ചത്തപ്പോ ഭാഗ്യം വന്ന് കരുതിയാൽ പോരെ. അതല്ല ഇവിടുത്തെ പ്രശ്നം. ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. ആ നിന്റെ അപ്പനും അമ്മയും കോമൺ സെൻസ് ഉള്ളവരായിരുന്നെങ്കിൽ ആ പെണ്ണിനെ അവൾ തന്നെ തള്ളയും പോകുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുവിടില്ലായിരുന്നു. പക്ഷേ ഈ കുട്ടി പറയുന്നതൊക്കെ സത്യമാണ്. എന്ത് സത്യം? അവള് പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഞാൻ ഡോക്ടറുമായി ഫോണിൽ സംസാരിച്ചു. അവരും പറഞ്ഞു സത്യമാണെന്ന്. നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടവരോട് ചോദിക്കാൻ പോകുന്നത്? അവൾ പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ അതാര് മുഖേനയാണെന്ന് അന്വേഷിക്കണ്ടേ? നീ എന്താ സീഡി കളിക്കും? അവളവിടെ പാട്ട് നോക്കി പോടാ. അങ്ങനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല ഇത്. സത്യം അറിയണ്ടേ? ആ നീ ഏതെങ്കിലും കൊള്ളാവുന്നൊരു ജ്യോതിഷനെ സമീപിക്കും, അവർക്ക് അവിടെ നിരത്തി പറയും. നീ പോകാൻ വരട്ടെ. ഞാൻ ആ പെൺകുട്ടിയെ കമ്പ്യൂട്ടർ ലാബിലേക്ക് വരുത്തിയതും ഉപദ്രവിച്ചതും ഒക്കെ എന്നോട് ആലോചിച്ചിട്ട് നീ സഹായിച്ചിട്ട്. നമ്മൾ രണ്ടുപേരല്ലാതെ മറ്റൊരാൾ അതറിയുന്നത് നമ്മുടെ ബാച്ചിലെ ശീല മാത്രം, അവള് മാത്രം. എന്റെ മുന്നിൽ ബോധം മറ്റു വീണ പ്രിയയുടെ അടുത്ത് നിന്ന് ഭയന്ന് ഓടി ഒളിക്കുകയായിരുന്നു ഞാൻ. പിന്നെ അവൾ പീഡിപ്പിക്കപ്പെട്ടു. നീ അല്ലാതെ അതാര്? ഏടാ ഒറ്റയ്ക്കൊരു പെണ്ണ് കമ്പ്യൂട്ടർ ലാബിൽ കിടക്കുന്നത് കണ്ടപ്പോൾ സുരക്ഷിതമാണ്, ആരുമില്ല എന്ന് തോന്നിയപ്പോൾ ഒരു തമാശ, അത്രേ ഉള്ളൂ. ഒരു പെൺകുട്ടിയുടെ ജീവിതം നീ തകർത്തത്. മാനം ഒന്ന് പോടാ. മാനം മണ്ണാൻ കണ്ട ഇതുവരെ ഒരു കാര്യമാണ് പ്രസി. കാര്യമാണ്, അത് മാത്രമാണ് കാര്യം. നീയാണ് കുറ്റവാളി എന്ന് സമൂഹത്തോട്, മാധ്യമങ്ങളോട്, പോലീസിനോട് നീ ഏറ്റുപറയണം. നിരപരാധിയായ ഞാൻ അനുഭവിച്ച മാനസിക വൈഷമ്യങ്ങളും ആക്ഷേപങ്ങളും ആര് നിമിത്തമായിരുന്നടാ? എന്റെ മാതാപിതാക്കൾ മനസ്സിലിട്ട് ഉരുക്കഴിച്ച ജപമാലയിലെ മുത്തായിരുന്നു ഞാൻ. ആ എന്നെയാ നീ വലിച്ചു പൊട്ടിച്ച് തെരുവിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. ആ അതുകൊണ്ട് തന്നെ മാന്യമായി സംരക്ഷിച്ചതും സഹായിച്ചതും. ലക്ഷങ്ങൾ വാരി എറിഞ്ഞിട്ടാ ഈ കോലത്തിൽ പോലീസുകാർ ഇതിനെ തിരികത്തുന്നത്. എല്ലാം കഴിഞ്ഞപ്പോ അവളെ പിന്നെ കേട്ടാൽ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു നിന്നോട്? നിന്നെ അപ്പൻ തലയിൽ ചുമന്ന് വെച്ച് കുരിശായത് ഒക്കെ നിനക്ക് വേണ്ടി, നീ ചെയ്ത തിന്മയെ വെണ്മയാക്കാൻ വേണ്ടി. മനസ്സോടെ നീ ആ കുറ്റം ഏറ്റെടുത്തില്ലെങ്കിൽ ഞാൻ വെളിപ്പെടുത്തും. പോലീസിനോടും സമൂഹത്തോടും ഞാൻ വിളിച്ചു പറയും. ആ പെണ്ണിനെ പീഡിപ്പിച്ചത് ഞാനാണെന്ന് തെളിയിക്കാൻ തക്ക എന്തെങ്കിലും എവിഡൻസ് നിന്റെ കയ്യിലുണ്ടോ? നിന്റെ മൊഴി അത് ഈ രാജ്യത്ത് ഒരു പട്ടി വിശ്വസിക്കത്തില്ല. തന്നെയുമല്ല നീ കുറ്റം സമ്മതിച്ചത്. മറിച്ച് നാളെ ഇത് കോടതിയിലെത്തിയത് അതിന് തെളിവ് വേണം, തരാം. വെറുതെ ഒരു തമാശയ്ക്ക് മൊബൈൽ ഷൂട്ട് ചെയ്ത് വെച്ചതാ. ലാബിലേക്ക് വരുന്ന പ്രിയ, പിന്നിലൂടെ നമ്മളെ കണ്ടുപിടിക്കുന്നത് നീ. കുതിരയോടാൻ തുടങ്ങി അവളെ മുഖം താങ്ങടിക്കുന്നു. വെളുത്ത് വീണ് അവളെ ബലമായി പിടിച്ച് നീ മുഖത്തേക്ക് മയക്കുമെടുന്നു. ഭാവിയിൽ എന്തെങ്കിലും പ്രയോജനപ്പെടുമെന്ന് കരുതി ഇതും അനീഷത്തിന് ഒരു കൗതുകം. ചാനലുകാർക്ക് കൊടുത്താൽ എക്സ്ക്ലൂസീവ് ന്യൂസായി വൈകുന്നേരം തന്നെ വരും. വേണോ? നിന്നെ ഒന്ന് കിട്ടാൻ ഇനി എവിടെയൊക്കെ തിരയണം? അല്ല വക്കീലെ, ആ ലാബിലെ ബ്ലൂ പ്രിന്റ് ഞാൻ ഇവരൊന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. വക്കീലും എന്നോട് പറഞ്ഞത് കേസിന് ബലം കിട്ടാൻ വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന് കളവ് പറയുന്നതാണെന്നല്ലേ? എന്നാൽ അല്ല, ഇവനാണ് യഥാർത്ഥ പ്രതി. അതിപ്പോ എന്ത് പുല്ലാണേലും കേസ് വരുമ്പോ ഞാൻ പരിഹരിച്ചു തന്നാ പോരെ?
അവളല്ല അവളുടെ അമ്മൂമ്മ പറയും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്ന്. കേസി നൂരി തരാമെന്ന് ഇവന് കൊടുത്ത വാക്കാണ്. എന്റെ ബന്ധുവായി ചെറുക്കൻ. കാശ് മാത്രം കണ്ടിട്ടല്ല വക്കീല് നിൽക്കുന്നത്. എനിക്ക് വേണ്ടപ്പെട്ട കൊച്ചന്റെ കൂട്ടുകാരൻ എന്ന പരിഗണന, ഉത്തരവാദിത്വം ഇതെല്ലാം ഉണ്ട്. എടാ അവളെ ഒഴിവാക്ക്. അല്ലാതെ ഞാൻ വിളപ്പിച്ച പെണ്ണിനെ പോറ്റാനാണ് മനസ്സെങ്കിൽ മോനെ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വക്കീലേ വാ. മോളെ നശിപ്പിച്ചത് നീയാണെന്ന് അറിയുമ്പോൾ അവളുടെ പിതാവായി ഞാൻ നിന്നോട് എങ്ങനെ പെരുമാറണം? കുണുക്കും മൂക്കുത്തിയും ഒക്കെ ഇട്ട് മുടിയും വളർത്തി ഇറങ്ങിയേക്കുക. ആണും പെണ്ണും കെട്ട എമ്പോക്കി. ഇവനെയൊക്കെ കൊന്നിട്ടിട്ട് പോവുക, അല്ലാതെന്താ? ഇതൊരു മരണവിട രാജമ്മേ. നമ്മളോട് ഒരുപാട് സ്നേഹം കാണിച്ച ഒരു മനുഷ്യന്റെ പിതാവാണ് മരിച്ചത്. ഇവനിനി ഏത് പൊന്നുമോന്റെ മോനാണെങ്കിലും നീ ഏത് പൊണത്തിൽ പോയി വിളിച്ചാലും നാളത്തെ സൂര്യോദയം നിന്നെ കാണിക്കത്തില്ല. ജീവിതം കളഞ്ഞുപോയ ഒരു പെൺകുട്ടിയുടെ അച്ഛനാ പറയുന്നത്. വാ. നിന്റെ എടാ കുണുക്കിട്ട കോഴി, എന്റെ മോൻ നിന്നോട് എന്ത് ദ്രോഹം ചെയ്തു? പറയടാ. തല കുടിച്ചു നിൽക്കുന്നോ? ഈ കണ്ണിലേക്കൊന്ന് നോക്കടാ. രാജമ്മേ, അവനെ വിട്ടേക്ക്. ഇവനെ വിടാ. അതിനു മുൻപ് ഞാൻ പിന്നെ വരാം. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ പെൺവർഗത്തോട് മുഴുവൻ കാണിക്കുന്ന നെറികേടായിരിക്കും അത്. മോളെ വിളിച്ചോണ്ട് പോവാ. മാനാഭിമാനവും ജീവിതവും നഷ്ടപ്പെട്ടവർക്ക് സ്വപ്നം കാണാൻ അവകാശമില്ലല്ലോ. മറ്റൊരുത്തൻ ചീത്തയാക്കിയ പെണ്ണിനെ ബ്ലസ്സിമോൾ നോക്കണമെന്ന് പറയുന്നത് മര്യാദകേടാ. അതിന്റെ ആവശ്യമില്ല. അത് ശരിയാകില്ല. പ്രിയമോളെ, പോകണ്ടേ? ഈ കൊച്ചിനോട് യാത്ര പറ. എന്റെ ജീവിതത്തോട് കാട്ടിയതിനെല്ലാം നന്ദി. ഈശ്വരൻ നിനക്ക് നന്മ വരുത്തട്ടെ. ബ്ലസ്സിഡ് അപ്പച്ച, ഞാൻ മോളെ. സാറേ, മോൻ ഈ കുഞ്ഞിന്റെ കഴുത്തിൽ കെട്ടിയ താലി മടക്കി ചോദിക്കരുത്. നാട്ടുകാരെ ബോധിപ്പിക്കാൻ അത് അവിടെ കിടന്നോട്ടെ. ഒരു സ്ത്രീയുടെ ഏറ്റവും ഗതികെട്ട അവസ്ഥയാ പീഡിപ്പിക്കപ്പെട്ട പെണ്ണിന്റെ അമ്മയാവുക. അയ്യപ്പന്റെയും രാജമ്മയുടെയും ജീവിതത്തിലെ വെളിച്ച് ഈശ്വരൻ തിരിച്ചെടുത്തു എന്ന് കരുതിക്കോളാം. അവനെ ഞാൻ കൊല്ലും. നിന്റെ കൂട്ടുകാരനെ, എന്റെ മോളെ നശിപ്പിച്ചവനെ. എന്നിട്ടേ അയ്യപ്പനെ ഉറങ്ങൂ. ആ മോളോട് പോകണ്ടെന്നെങ്കിലും പറയാമായിരുന്നു. ഞാൻ പരിഹരിച്ചതിലും വിചാരണ ചെയ്ത് വിശുദ്ധി കെടുത്തിയില്ലേ നിന്റെ? അല്ല, നമ്മുടെ മകൻ. ഈ മകൻ ഇത്രത്തോളം ചീത്തയായി പോയെങ്കിൽ അതിന് കാരണക്കാരൻ അവന്റെ അപ്പനായി നിങ്ങളാ. ലീലാമ്മേ, ടൈം ടേബിൾ വെച്ച് ഉപദേശിച്ചിട്ടോ സുഭാഷിതങ്ങൾ ഓതിയിട്ടോ കാര്യമുണ്ടോ? എല്ലാ മാസവും കൃത്യമായി ഒരു ദിവസം അപ്പൻ ഹോസ്റ്റലിൽ മകനെ കാണാൻ ചെല്ലും. മകൻ അറിയാതെ അവനെ തേടി ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? വല്യപ്പച്ചൻ പറഞ്ഞതുപോലെ നിങ്ങൾ ജനിച്ചതേ ജഡ്ജിയായിട്ടാണെന്ന് വിശ്വസിച്ചു. ഇവിടെ നിറഞ്ഞുപോയ മാതാപിതാക്കളുടെയും പെൺകുട്ടിയുടെയും കണ്ണീരിന്റെ ബാധ്യത, സങ്കടങ്ങളുടെ കടം ആര് വീട്ടിൽ തീർക്കും? എങ്ങനെ പരിഹരിക്കും? ആ പിതാവ് കൊലപാതകയായാൽ അതിന് കാരണക്കാരൻ നമ്മുടെ മകനാ. ഓർമ്മിച്ചു. നീ വഴിതെറ്റിപ്പോയതും നിന്റെ അമ്മ പറഞ്ഞതിനപ്പുറം എന്തെങ്കിലും കുറ്റം എന്നിൽ ആരോപിക്കാനുണ്ടോ? എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? മകനെ വിശ്വസിച്ചു പോയതോ? ബ്ലസ്സി, മോനെ, ജീവിതത്തിന്റെ കോലായി മാതാപിതാക്കൾ കൊളുത്തിവെക്കുന്ന വിളക്കതാ മക്കൾ. അത് കെട്ടുപോയാൽ ഇരുട്ടിലാകുന്നത് നിങ്ങളാ. ഇനി നീ മനസ്സിലാക്കാൻ ഒന്നുകൂടെ പറയാം. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഹൃദയമുള്ളവൻ, ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ കൊള്ളാവുന്നവന് എന്നാണ് അർത്ഥം. ഒപ്പം നിന്ന് ചതിക്കുന്നവനല്ല. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്ന് പറയുന്നത് എന്താ? ചങ്ങാതി സ്വന്തം പ്രതിബിംബമായതുകൊണ്ടാണ്. മുടിയനായ പുത്രൻ മടങ്ങിയെത്തിയത് സ്വന്തം പിതാവിന്റെ അടുത്തേക്ക്, കൂട്ടുകാരുടെ അടുത്തേക്കല്ല. കൂട്ടുകാരുടെ അടുത്തേക്കായിരുന്നെങ്കിൽ
അവൻ മുടിയനായ കൂട്ടുകാരൻ മാത്രമേ ആകുമായിരുന്നു. നീ ആയിരിക്കുന്നത് അങ്ങനെ മുടിയനായ കൂട്ടുകാരൻ. വേണ്ട, എനിക്ക് കാണണ്ട. എനിക്കൊരു ചങ്ങാത്തവും വേണ്ട. എനിക്ക് കാണണ്ട. രാജമ്മേ, ഞാൻ ഇറങ്ങുന്നു. അനീഷ് എവിടെയുണ്ടെന്ന് അച്ഛൻ അറിയുമോ? നിങ്ങളിത് എവിടെ പോന്നു? അവനെ തേടി, നമ്മുടെ മോളെ നശിപ്പിച്ചവനെ തേടി. തീർത്തിട്ട് വരും ഞാൻ. അവനെ കൊന്നാൽ എനിക്ക് നഷ്ടപ്പെട്ടത് എന്തെങ്കിലും മടക്കി കിട്ടുമോ അച്ഛാ? നിങ്ങളെ പോലീസ് പിടിച്ചാൽ ഈ പെണ്ണിനും എനിക്കും പിന്നെ ആരുണ്ട്?
ഈ കൊച്ചിന്റെ കൈ പിടിച്ച് നടന്ന് ഞാൻ തെണ്ടണോ? അതാണ് വിധിയെങ്കിൽ അങ്ങനെ ചെയ്യണം. അച്ഛന് ഞാൻ വിടില്ല. അവനെ കൊന്നയാണെന്ന് നിർബന്ധമാണേ. അച്ഛൻ ആദ്യം എന്നെ കൊല്ലം, എന്നിട്ട് എന്റെ ശവം മറികടന്ന് പോയിക്കോ. ഞാനൊരു മനുഷ്യൻ, പുരുഷൻ, പരിഹസിക്കുകയും സഹതപിക്കുകയും ചെയ്യുന്ന സമൂഹത്തിന് മുന്നിൽ മാനം കെടുന്നത് ഞാനാണ്. എന്നാ പിന്നെ മോളെ നശിപ്പിച്ച തെമ്മാടിയെ കൊന്നവനെന്ന പേരെങ്കിലും ലഭിക്കട്ടെ എനിക്ക്. അതിലും നല്ലതാ മാനക്കേട് സഹിക്കാന് ഭാര്യയും മകളെയും കൊന്നവൻ എന്ന പേര് കിട്ടുന്നത്. ജീവിതം എന്ന ദുരിതത്തിൽ നിന്ന് ഒരു രക്ഷയെങ്കിലും കിട്ടും ഞങ്ങൾക്ക്. മിടുക്കിയായ മോളെ അച്ഛൻ എന്നും പറഞ്ഞ് തല ഉയർത്തി നടന്നവനാ ഞാൻ. അയ്യപ്പൻ ഭാഗ്യവനാണെന്ന് പറയുന്നത് കേട്ടു നിന്നവൻ. ഇന്ന് ഓരോരുത്തർ ചോദിക്കുന്ന ഓരോ ലോഹ്യവും എന്റെ ചങ്ങിനെ എടുക്കുന്ന മുറിവ. മാനം കെട്ട തന്ത, ഗതികെട്ട തന്തയാ ഞാൻ. ഇത് കേട്ടാ തോന്നും നമ്മൾ ഏതാണ്ട് തെറ്റ് ചെയ്തെന്ന്. ഈ കൊച്ചിനെ പഠിക്കാൻ വിട്ടതാണോ നമ്മൾ ചെയ്ത തെറ്റ്? മുണ്ട് മുറുക്കി ഉടുത്ത് വയറ് ചുരുക്കി ഒരു സ്വപ്നം കണ്ടത് മാനം കെടാനല്ല. ലോഹ്യം ചോദിക്കുന്നവനും മൂക്കത്ത് വിരൽ വെക്കുന്നവനുമൊന്നും നമ്മുടെ അന്നത്തിന് വക തരുന്നവനുമല്ല. അതുകൊണ്ട് ആരെയും കൊല്ലാതെയും തിന്നാതെയും എങ്ങനെ ജീവിക്കാമെന്ന് നോക്കേണ്ടതിന് പകരം ഇയാൾ കൊല്ലാൻ ചെന്നാൽ അവൻ നിന്ന് തരിക. എന്നാൽ നമുക്ക് ഈ നാട് വിട്ട് മറ്റെവിടെയെങ്കിലും പോയാലോ? നമ്മളെയും നമ്മുടെ സങ്കടങ്ങളെയും അറിയാത്ത എവിടെയെങ്കിലും. പരിഹസിക്കുന്ന നോട്ടവും വേദനിപ്പിക്കുന്ന ചോദ്യങ്ങളും ഒന്നും നേരിടാൻ ജീവിക്കാമല്ലോ. എന്താ, ഇവിടെ ആയാലും ജീവിക്കാൻ പണിയെടുക്കണം. അത് പിന്നെ എവിടെ ആയാലും എന്താ? ഞാൻ എങ്ങോട്ടുമില്ല. ഈ പെണ്ണിന്റെ പുക കണ്ടേ ഇറങ്ങത്തുള്ളൂ. എന്താണ് മലയാളത്തിലല്ലേ പറയുന്നത്? ആരില്ലെന്ന് അച്ഛാ ഓടി ഒളിക്കേണ്ടത്. ആളുകൾ നമ്മളെ മാത്രം നോക്കി ഇരിക്കുകയല്ല, മറ്റൊരു കാഴ്ച കിട്ടുമ്പോൾ അവർ അതിന്റെ പിന്നാലെ പോകും. മിടുക്കി എന്ന് മുദ്രകുത്തി എന്നെ ബഹുമാനിച്ച ഗ്രാമമാ. എന്താണേലും ഞാൻ ഈ നാട് വിട്ട് എങ്ങോട്ടും വരില്ല. സുലോചന ജനറൽ ആശുപത്രിയിലെ ആളിയാണ്. വലിവ് കച്ചവടത്തിന് പോയിട്ട് 3-4 ദിവസമായി. അയലയും ചാളയും ഒക്കെ ഉള്ള സീസൺ ആയിരുന്നു. സുലോചന ഒരു അഭിപ്രായം പറഞ്ഞളിയാണ്. അത് ചോദിക്കാനെ കൊണ്ട് വന്നതാ ഞാൻ. പ്രിയയെ കൊണ്ടുപോയി 1 മാസം ഞങ്ങളുടെ വീട്ടിൽ നിർത്താം. വീട്ടുജോലിക്ക് ഒരാളുമാകും, അവൾക്കൊരു മാറ്റവുമാകും. സുമാരനളിയൻ അങ്ങനെ ബുദ്ധിമുട്ടണ്ട. എന്റെ രാജമനാഥനെ, ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടല്ലടോ. തന്നെയുമല്ല, ഓമനെ കൊണ്ട് മറ്റേ കല്യാണം നടക്കൂല. ചെറുക്കൻ അതിർത്തിയിലോട്ട് സ്ഥലമാറ്റം കിട്ടിയെന്നറിഞ്ഞ് വരിക്കപ്ലാവിന്റെ വടക്കലെ TTC-കാരി സുമ മീൻകാരൻ മമ്മൂഞ്ഞിന്റെ കൂടെ അവന്റെ MIT കയറി സ്ഥലം കിട്ടും. ആ പെണ്ണിന്റെ കാര്യവും ഈ പെണ്ണിന്റെ കാര്യവും എല്ലാം കൂടെ കേട്ട് ചെറുക്കൻ ആകെ വിഷമത്തിലാണ്. ഇന്നലെ അവന്റെ ഒരു പോട്ടം വന്നളിയാ. മാമുക്കോയ തോറ്റുപോകും അളിയാ, മാമുക്കോയ തോറ്റുപോകും. മോള് മുണ്ടും തുണിയും ഒക്കെ എടുത്തോണ്ടിരുന്നു. ഒരു പട്ടാളക്കാരന്റെ മനസ്സ് വിഷമിച്ചാൽ അതിന്റെ കുഴപ്പം ആർക്കാ? ഈ രാജ്യത്തിനാ. സുലോചനനാഥനും സുമാരനാളിയനും മനുഷ്യപ്പെട്ടുണ്ടായിരുന്നെങ്കിലേ പറഞ്ഞേനെ, അവള് നമ്മുടെ പെണ്ണല്ലേ, ചെറുക്കൻ അവളെ കെട്ടട്ടെ. അത് ശരി, കണ്ടവനൊക്കെ കൈകാര്യം ചെയ്ത പെണ്ണിനെ എന്റെ ചെറുക്കൻ്റെ താലും വെക്കണ. ഇറങ്ങണ ഇവിടുന്ന്, ഇറങ്ങാൻ. ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തൊള്ളു. സുകുമാരനെ കുടുംബക്കാരനാ, വടക്കേ പറമ്പിലെ ദിവാകരന്റെ മോൻ. സുമാര, എനിക്ക് എന്നെ തന്നെ പിടിക്കാതിരിക്കുക. ഇയാൾക്ക് പിടിക്കത്തില്ലടാ. പെണ്ണ് ചീത്തയായതിന് കരക്കാരന്റെ തോളൽ കയറിയിട്ട് കാര്യമില്ല. ഈ ചെത്തിയ മുറ്റത്ത് ദേ ഇനി സുമാരന്റെ പട്ടി വരും. ഒറ്റ അളിയന പെങ്ങടെ ഭർത്താവേ, അവന്റെ മനസ്സിലൊരു പിങ്ങന. പിന്നെ നാട്ടുകാര് പറയുന്നത് കുറ്റമുണ്ടോ? എനിക്ക് പഠിക്കണം അച്ഛാ, എനിക്ക് പഠിക്കണം. എന്റെ കണ്ണുകളിൽ നോക്കി ഏത് കിനാവാണോ നിങ്ങൾ കണ്ടത്, അതെനിക്ക് നേടണം. പ്രിയമോളെ, എന്റെ മനസ്സിനോ ആത്മാവിനോ പീഡനം ഏറ്റിട്ടില്ല അച്ഛാ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ പഠിപ്പിക്കണം. ഞാൻ എന്താകണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ, ഞാനത് ആയിത്തീരും. എന്താ കുഞ്ഞെ? വല്യപ്പച്ചന്റെ അടിയന്തരം പറയാൻ വന്നതായിരിക്കും അല്ലേ? പ്രിയമോളെ കഴുത്തേ കെട്ടിയ താലി തിരികെ വാങ്ങാനാണോ? ഞാൻ പ്രിയയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. പ്രിയയെ കൂട്ടിക്കൊണ്ടു പോകാനോ? എന്തിന്? അവൾ എന്റെ പെണ്ണാണ്. മക്കളെ, നിങ്ങൾ വലിയ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിക്കളിയാണ്. ഞങ്ങൾക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരു മലകയറ്റമാണ്. ഇരുമുടി ചുമന്നുള്ള യാത്ര. അനുഭവിച്ചതൊക്കെ സഹിച്ചും പുറത്തും
കഴിയുക. കുഞ്ഞു പോ. പ്രിയയില്ലാതെ ഞാൻ പോകില്ല. ജീവിതകാലം മുഴുവൻ എന്റെ പിന്നാലെ നടന്ന് എന്നെ പീഡിപ്പിക്കാൻ നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ നിങ്ങൾ? എല്ലാ കുറ്റവും എന്റേതാ, എല്ലാ തെറ്റും എന്റേതാ. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. എന്റെ പാവവും പിഴയും എനിക്ക് പരിഹരിക്കണം. അച്ഛാ, ഇയാളെ ഇറക്കി വിട്. എനിക്ക് ഇയാളെ കാണണ്ട. നിന്നെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. കൊല്ലാനായി കത്തിയും എടുത്ത് ഇറങ്ങിയതല്ലേ അച്ഛൻ? എല്ലാ അച്ഛനും കാരണക്കാരനാ നമ്മുടെ ജീവിതം തകർത്തവനായി ഇരിക്കുന്നത്. ഇവനെ കൊല്ലാൻ കഴിയുമോ അച്ഛന്? കൊല്ലാം. ഒരു പിതാവിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യവും ഉപയോഗിച്ച് കൊല്ല്. അങ്ങനെ എന്നെ ഒഴിവാക്കാൻ നോക്കൂ. അല്ലെങ്കിൽ ഞാൻ മിന്നികെട്ടിയ പെണ്ണ് എന്നോടൊപ്പം വരണം. എനിക്ക് നിന്നെ അറിയില്ല. എനിക്ക് നിന്നെ കാണണ്ട. അച്ഛാ, ഒന്നെങ്കിൽ ഈ കുറ്റവാളിയെ ശിക്ഷിക്കണം, അല്ലെങ്കിൽ തെറ്റിന് പരിഹാരം ചെയ്യാൻ ഒരവസരം തരണം. നിൽക്കണി അവിടെ. ആദ്യം കണ്ടപ്പം ഇടീന്ന് വിളിച്ചതിനാണല്ലോ ചെരുപ്പൂരി നീ എന്റെ മുഖത്തടിക്കുമെന്ന് പറഞ്ഞത്. ഇന്ന് നിന്റെ അമ്മയുടെ അച്ഛന്റെ മുന്നിൽ വെച്ച് വിളിക്കുക എടി എടി എടീന്ന്. ഞാൻ കഴുത്തിൽ എണീച്ച മിന്നിന്റെ അവകാശത്തിൽ വിളിക്കുക ഇവിടെ വാടി. ഇപ്പോഴവൻ തേടി വന്നത് ജീവിതത്തിലേക്ക് വിളിച്ചത് ആരും നിർബന്ധിച്ചിട്ടല്ല. നീ ഇവന്റെ പെണ്ണാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞില്ല. ഇറങ്ങിപ്പോയ നിന്നെ ഞാൻ തടയാതിരുന്നത് ഇങ്ങനെയൊരു മുഹൂർത്തത്തിന് വേണ്ടി. ഭർത്താവിന്റെ എല്ലാ സ്വാതന്ത്ര്യത്തോടും കൂടി ഹൃദയം കൊണ്ട് നിന്നെ വിളിച്ചതാണ്. ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് വിട്ടു തരണം. രാജമേ, എല്ലാം ബോധ്യപ്പെട്ട് നേരും നെറിയും നയിച്ച വഴിയിലൂടെ വന്നിരിക്കുക എന്റെ മകനെ ഉമ്മറത്തേക്ക്. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഇവനെ ഇനി ഒഴിവാക്കാൻ ഒക്കുമോ? അല്ലേ തന്നെ അമ്മേ, ഞാൻ കഴുത്തിൽ അണിയിച്ച ഈ മിന്നുമായി എന്നിൽ നിന്ന് മാറി താമസിക്കാൻ ഈ പെണ്ണിന് എന്താ അവകാശം? അവകാശമുണ്ടോ അമ്മേ? ഇല്ലെന്ന് പറഞ്ഞു കൊടുക്ക. അമ്മേ, ഞാൻ ഇനി എന്താ പറയേണ്ടത്? രാജമ്മേ, നിലവിളിക്കൊടുത്ത് അങ്ങ് സ്വീകരിക്കണി. മോളെ, നിന്റെ ജീവിതമാ വിളിക്കുന്നത്. ചെല്ല് ചെല്ല്. ഒരിക്കൽ കൂടി ഞാൻ ആ കൈകളിൽ